തീർച്ചയായും ബി.ജെ.പി. പ്രതിനിധി കൂടിയായി വി രാജേഷ് കേൾക്കാമല്ലോ. അതായത് ജയലളിത എന്ന വലിയൊരു തമിഴ് കരുത്ത് അപ്രത്യക്ഷമാകുമ്പോൾ ആ ഘട്ടത്തിൽ ജയലളിതയെ നമുക്ക് അനുസ്മരിക്കേണ്ടതുണ്ട്. അതെ, തീർച്ചയായും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാനുള്ള ഒരു വ്യക്തിത്വമാണ് ജയലളിത. ഞാൻ ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിലെ കരൺ താപ്പറുമായി നടത്തിയ ഒരു ഇന്റർവ്യൂ ശ്രദ്ധിച്ചിരുന്നു. ഓരോ ഉത്തരം പറയുമ്പോഴേക്കും ഞാനൊരു സെൽഫ് മെയ്ഡ് വുമൺ ആണെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പശ്ചാത്തലം, അവർ ബേനസീർ ഭുട്ടോയോ ഇന്ദിരാഗാന്ധിയൊക്കെ ഉദാഹരിച്ചുകൊണ്ട് അവർക്കൊക്കെ തന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. ഈ ജയലളിത സംസാരിക്കുന്നതിലൊക്കെ തന്നെ ഒരു നിശ്ചയദാർഢ്യവും ഒരു തൻപോരിമയും ഉണ്ടെങ്കിലും അതിലൊരു സൗന്ദര്യം കാണുവാനുണ്ട്. മറ്റൊന്ന്, ജയലളിത മുഖ്യമന്ത്രിയായി ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായ കുറെ അനുഭവങ്ങളിൽ നിന്നും കരുത്തുകൊണ്ട് അവർ നടപ്പിലാക്കിയ ഈ അവസാന സമയത്ത് എത്തുമ്പോഴേക്കും തമിഴ് ജനതയുടെ ഒരു വൈകാരിക മാനസികാവസ്ഥ നമ്മൾ പരിഗണിക്കുമ്പോൾ തന്നെ അതിലപ്പുറം പണ്ഡിതനെന്നോ പാമരനെന്നോ ഒന്നുമില്ലാതെ, ധനികനെന്നോ ദരിദ്രനെന്നോ ഭേദമില്ലാതെ തമിഴകം കരയുന്ന, ഹൃദയത്തിൽ നിന്ന് ഒരു വികാര പ്രകടനം നടത്തുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുവാനിടയായി. അതിൽ ഞാൻ മനസ്സിലാക്കിയത് സാധാരണക്കാരായ സമൂഹത്തിലെ ഏറ്റവും തകുന്നവരുടെ ആവശ്യം എന്താണ് എന്ന് കണ്ടറിഞ്ഞുകൊണ്ട് വലിയ വലിയ കാര്യങ്ങളൊന്നുമില്ല, ഭക്ഷണം, അതോടൊപ്പം തന്നെ അവർക്കൊരു അപ്രാപ്യമായ മേഖലയിലേക്ക് ഉള്ള കാര്യങ്ങൾ അവർക്ക് സൗകര്യം, ഇതൊക്കെ തന്നെ ജനമനസ്സുകളെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ ആദർശത്തിനൊക്കെ അപ്പുറം മനുഷ്യജീവന്റെ ദൈനംദിന കാര്യങ്ങളെ സ്പർശിക്കുന്ന കാര്യങ്ങളിൽ സംതൃപ്തി നൽകാൻ കഴിഞ്ഞപ്പോഴാണ് അവർക്ക് എല്ലാ തരത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിച്ചത്, അവർക്കൊരു മികച്ച ഭരണാധികാരിയാകാൻ സാധിച്ചത്. ആ അഴിമതിയുടെയും കോടതി കേസുകളുടെയൊക്കെ ഒരു വശം നിലനിൽക്കുമ്പോൾ തന്നെ ജനഹൃദയങ്ങൾ ചിരപ്രതിഷ്ഠ നേടാൻ സാധിച്ചത് അങ്ങനെയാണ്. അത് ഏതൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും ഏതൊരു ഭരണാധികാരിക്കും മാതൃകയാക്കാവുന്ന ചില കാര്യങ്ങളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ മാതൃകയാണോ ശ്രീ വി രാജേഷ്? പല ബി.ജെ.പി. നേതാക്കളും ജയലളിതയുടെ വിടവാങ്ങൽ ഒരു പക്ഷേ ഗുണപരമായ അവസ്ഥയിലേക്ക് എത്തിക്കുമെന്നത്, ബി.ജെ.പി. കാണുന്ന രാഷ്ട്രീയം കൂടി ജയലളിതയ്ക്ക് ശേഷം എന്ത് എന്നതില്ലേ? അതൊരു പക്ഷെ അതിലേക്ക് കൂടി നമുക്ക് ചർച്ചയെ വികസിപ്പിച്ചാലോ? ഒരാളിന്റെ രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു വ്യക്തിയുടെ പ്രവേശനം, അതോടൊപ്പം തന്നെ അദ്ദേഹം അവിടുന്ന് മൺമറയുക, ഇതൊക്കെ തന്നെ പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഏതൊരു സ്ഥലത്തും ഉടലെടുക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ചർച്ചകൾ നടത്തിക്കഴിഞ്ഞാൽ അത്തരത്തിലുള്ള കൂടുതൽ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകേണ്ട. എന്തായാലും ശരി തന്നെ, തെക്കേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു മാറ്റം വരികയാണ്. തമിഴ്നാട് രാഷ്ട്രീയം മാത്രമല്ല ഞാൻ പറയുന്നത്, തെക്കേ ഇന്ത്യയിലെ തന്നെ മൊത്തത്തിലുള്ള രാഷ്ട്രീയത്തെ ജയലളിതയുടെ അസാന്നിധ്യം ബാധിക്കും എന്നുള്ള കാര്യത്തിൽ അത് ഏതു തരത്തിലാണ് എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. മറ്റൊന്ന്, ഒരു കാലഘട്ടത്തിൽ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ, പ്രത്യേകിച്ച് അടൽ ബിഹാരി വാജ്പേയിയുടെയൊക്കെ ഭരണകാലത്ത്, അതിനുശേഷം വരുന്ന യു.പി.എ. ഗവൺമെന്റ് ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട കെ കരുണാകരൻ വളരെ മുമ്പ് ദേശീയ രാഷ്ട്രീയത്തിൽ ഏതു തരത്തിലാണോ സ്വാധീനം ചെലുത്തിയിരുന്നത് അതുപോലെയോ അതിനേക്കാൾ അപ്പുറമോ സ്വാധീനം ചെലുത്തിയിരുന്നു ജയലളിത. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു നേതാവിന്റെ വിടവാങ്ങൽ തീർച്ചയായും തമിഴ്നാട് രാഷ്ട്രീയത്തിലും പ്രത്യേകിച്ചും തെക്കേ ഇന്ത്യൻ രാഷ്ട്രീയത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ സുബ്രഹ്മണ്യ സ്വാമിയുടെ സാന്നിധ്യം ഒരുപക്ഷെ സുബ്രഹ്മണ്യ സ്വാമി ഇല്ലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമിയെ ഒപ്പം നിർത്താൻ ആയില്ല എങ്കിൽ ജയലളിതയുമായി നിങ്ങൾക്ക് ആ അർത്ഥത്തിൽ തന്നെ പൊളിറ്റിക്കലി നേട്ടമുണ്ടാക്കാമായിരുന്നു. പക്ഷെ അതിന്റെ ബാക്കി പത്രമായുള്ള നേട്ടം ഒരുപക്ഷെ അതൊക്കെ തടസ്സമായി സൃഷ്ടിക്കില്ലേ? പ്രത്യേകിച്ച് ഒരു ദ്രാവിഡ സ്വഭാവം തമിഴ് ജനതയിൽ ഉള്ളടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അത് അപ്രത്യക്ഷമായി എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിൽ പോലും അതൊക്കെ ബി.ജെ.പിക്ക് വിലങ്ങുതടിയാകില്ലേ? ആ രീതിയിലേക്ക് ഒരു ചർച്ച വരുമ്പോൾ അങ്ങനെ നമുക്ക് തെളിച്ചു പറയാം, സംസാരിക്കാം. വി രാജേഷ്, അല്ല, രാഷ്ട്രീയത്തിൽ എപ്പോഴും സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ജമ്മു കാശ്മീരിൽ ഇപ്പോൾ PDP-യുമായി ചേർന്ന് ബി.ജെ.പി. ഗവൺമെന്റ് രൂപീകരിക്കുമെന്നോ അല്ല എങ്കിൽ ഭരണം മുന്നോട്ട് പോകുമെന്നോ ഞാനോ താങ്കളോ എന്നോ നമുക്ക് ആരും നേരത്തെ സ്വപ്നം കണ്ടതല്ല. പക്ഷേ ജമ്മു കാശ്മീരിന്റെ ഒരു വൈഡർ ആസ്പെക്റ്റിൽ, ജമ്മു കാശ്മീരിന്റെ ഒരു വിശാല താല്പര്യം വന്നപ്പോഴേക്കും ഒരിക്കലും യോജിക്കില്ല എന്ന് കരുതിയ കക്ഷികൾ പോലും യോജിച്ചു. കുറെ കാലം തടസ്സമുണ്ടായിരുന്നു. ഇപ്പൊ ഭരണം മുന്നോട്ട് പോകുന്നു. അത് ജമ്മു കാശ്മീരിൽ വളരെ ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ 10, 25, 50, 100 വർഷം മുമ്പുള്ള തെക്കേ ഇന്ത്യൻ രാഷ്ട്രീയം തമിഴ്നാട് രാഷ്ട്രീയമല്ല ഇന്ന് കാണുന്നത്. ഇന്ന് നമ്മുടെ രാജ്യത്താകമാനം ഒരു ദേശീയ വികാരം അലയടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. സാമ്പത്തികമായി ഭാരതം വളരെ മുന്നോട്ട് പോവുകയാണ്. ശ്രീലങ്കയിലെ തമിഴ് ജനതയുടെ പ്രശ്നമുണ്ട്. അപ്പൊ അതൊക്കെ തന്നെ കേന്ദ്ര സർക്കാർ എടുക്കുന്ന, ബി.ജെ.പി. എന്നുള്ള രാഷ്ട്രീയ പാർട്ടി എടുക്കുന്ന നിലപാടുകൾ ഒരു പ്രധാനപ്പെട്ട ഘടകമായിരിക്കും. അത്തരത്തിൽ ചിന്തിക്കുമ്പോഴേക്കും തമിഴ്നാട് രാഷ്ട്രീയത്തിലും വ്യത്യസ്തമായ മാറ്റങ്ങൾ ഉണ്ടാകും എന്നൊക്കെ തന്നെയാണ് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും. വി രാജേഷ്, ദയവായി തുടരൂ. ശ്രീ മസൂദ്, അങ്ങനെയാണ് ബി.ജെ.പി.
വല്ലാതെ അതുമായി ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളത് നിരീക്ഷണം മാത്രമല്ല, അത് വ്യക്തമായ ആഗ്രഹമാണ്. അതിന് സുബ്രഹ്മണ്യ സ്വാമിയോ ഒന്നും തടസ്സമല്ല. ശാശ്വതമായ ശത്രുക്കൾ രാഷ്ട്രീയത്തിലില്ല. ഒരുപക്ഷേ PDP ആണ് അദ്ദേഹം, കശ്മീരിനെയാണ് അദ്ദേഹം ഉദാഹരിച്ചത്. അങ്ങനെ തമിഴ്നാട്ടിലൊരു വലിയ സാധ്യതയുണ്ട് എന്ന്. ജയലളിതയ്ക്ക് ശേഷം എന്ത് എന്ന് AIADMKയിലെ വൈരുദ്ധ്യ ചേരികൾ തമ്മിൽ കൂട്ടിമുട്ടുമോ എന്നതോടൊപ്പം തന്നെ ഇത്തരം ആശങ്ക കൂടി ബാക്കിയുണ്ട്. ശ്രീ മസൂദ്, BJPയുടെ ഒരു മെഗാഫോൺ എന്നുള്ള നിലയ്ക്കാണ് രാജേഷിൻ്റെ സംസാരം. കാശ്മീരിൽ നടന്നത് വേറൊരു ഭാഗമാണ്. കാശ്മീരിലെ PDP ആണ് തമിഴ്നാട്ടിലെ DMK AIADMK എന്ന് വിശ്വസിക്കുന്നത് മഹാമണ്ടത്തരം, വൻ മണ്ടത്തരം. അതിൻ്റെ സംഭവം പറയും ഇതിവിടെ വേറെ. പക്ഷേ ഒരു കാരണവശാലും ഇത് അണ്ണാ ദ്രാവിഡ മുന്നേറ്റ ഘടകത്തിനെ രണ്ടാക്കിയിട്ട് ഒരു കഷണം കയ്യിലെടുത്തുകൊണ്ട് BJPക്ക് തമിഴ്നാട്ടിൽ ആധിപത്യം ഉറപ്പിക്കാമെന്ന് കരുതണ്ട. ഒന്ന്, കേരളത്തിൽ തന്നെ BJP ഞാൻ താമസിക്കുന്ന നിയമമണ്ഡലത്തിൽ ജയിച്ചത് BJPയുടെ നേട്ടമല്ല. അതിവിടെ ഇപ്പോൾ നമ്മുടെ ഈ ലൈവിൽ തുറന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് മൊത്തത്തിൽ പറയാനുള്ളത്, കേരളത്തിൽ BJPക്ക് സ്വതന്ത്രമായി മത്സരിച്ചൊരു സീറ്റ് നേടിയെടുക്കാൻ സാധിക്കില്ല. അത് ചില കണക്കുകൾ വേറെ ഉണ്ട്. ആ കണക്കുകൾ ലൈവിൽ പറയുന്നത് ശരിയല്ല, അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. സഹതാപ തരംഗം അതെല്ലാ വ്യക്തികൾക്കും ഉണ്ടാകാറുണ്ട്. അതിൻ്റെ ഒരു തരംഗം അതാണ് എൻ്റെ മണ്ഡലത്തിൽ നടന്നത്. അത് തമിഴ്നാട്ടിലുള്ള എല്ലാ മണ്ഡലങ്ങളിലും നടത്തണം എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ ഒരുപാട് തവണ ഇലക്ഷനൊന്ന് തോക്കുന്ന ആളുകളെ കിട്ടണം, എങ്കിലേ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇത് പിന്നെ വടക്കേ ഇന്ത്യയിൽ ഇദ്ദേഹം പറഞ്ഞ പോലെ വടക്കേ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഇപ്പോൾ നിലവിലുള്ള പിന്നെ BJPയുടെ ആധിപത്യം ഇപ്പോൾ യഥാർത്ഥത്തിൽ കുറഞ്ഞു വരുന്നു എന്നാണ് ചരിത്ര വിദ്യാർത്ഥികളും പത്രം വായിക്കുന്ന നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വേറൊരു ഭാഗം. പിന്നെ ഭരണത്തിൻ്റെ നേട്ടം കൊണ്ട് എല്ലാം നേടിയെടുക്കാമെന്ന് വിചാരിക്കേണ്ട. കാരണം പാർലമെൻറ്റ് ഇലക്ഷൻ വരട്ടെ, അത് വേറെ കളി, അതിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഉള്ള കാലം ഒരു രാഷ്ട്രീയ പാർട്ടി രാജ്യം ഭരിച്ചു കളയുമെന്ന് കരുതുന്നത് മണ്ടത്തരമാണ്. അതുകൊണ്ട് BJPക്ക് ഇതിനിടയ്ക്ക് ഇപ്പോൾ DMK BJPയായിട്ട് ഐക്യം ഉണ്ടാക്കിയിരുന്നു, അന്ന് പരാജയപ്പെട്ടു. എന്തുകൊണ്ട്? ന്യൂനപക്ഷ സമുദായങ്ങളുടെ വോട്ട് തമിഴ്നാട്ടിൽ ഒരു പ്രധാന ഘടകമാണ്. ഇത് തന്നെയാണ് ഞങ്ങളുടെ പാർട്ടി ഒരു അവസരത്തിൽ BJPയായിട്ട് ഐക്യം ഉണ്ടാക്കി. ഇതിനേക്കാളും ന്യൂനപക്ഷ സമുദായത്തിന്റെ, താങ്കൾ ഉദ്ദേശിച്ച ന്യൂനപക്ഷ സമുദായത്തിന്റെ ഘടകമല്ലേ കാശ്മീരിൽ PDP ഇന്ത്യൻ പതാക പോലും കത്തിക്കുന്ന രീതിയിലുള്ള പ്രകടനം നടത്തിയ PDPക്ക് അവിടെ ശ്രീ ഉണ്ണിച്ചെറിയാൻ ഈ തമിഴ്നാട്ടിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു മുന്നണി രാഷ്ട്രീയ സംവിധാനത്തെ പറ്റി നമുക്ക് തീർച്ചയായിട്ടും അത് ഈ രണ്ട് പാർട്ടി DMKയും AIADMKയും രണ്ട് പക്ഷത്തായിരിക്കും എന്ന് സങ്കല്പിച്ച് തുടങ്ങിയാൽ പിന്നെയുള്ള ഈ മൂന്ന് ദേശീയ, പക്ഷേ അങ്ങനെ സങ്കല്പിക്കാൻ ശരിയാണ്, അങ്ങനെ ധ്രുവീകരിക്കപ്പെട്ട രാഷ്ട്രീയമാണ്. പക്ഷേ ആ AIADMKയുടെ നാഥ പോയിരിക്കും. അല്ല, അതാ ഞാൻ പറഞ്ഞു വരുന്നത്. അവിടുത്തെ ഭിന്നിപ്പ് അല്ല, അതാ ഞാൻ പറഞ്ഞു വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ മൂന്ന് ദേശീയ വീക്ഷണങ്ങളെ നോക്കുക. ഒന്ന് BJP, ഒന്ന് കോൺഗ്രസ്, ഒന്ന് ഇടതുപക്ഷം. ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് വിഭാഗമായിട്ട് ചേരാൻ പ്രയാസമില്ല. അവർ DMKയുമായിട്ട് വളരെ വർഷങ്ങളോളമായിട്ട് സഖ്യത്തിലാണ്. AIADMKയായിട്ട് ഒരു സഖ്യം ഉണ്ടാക്കാൻ കോൺഗ്രസിന് ബുദ്ധിമുട്ടൊന്നും വരില്ല. ഇടതുപക്ഷത്തിന് നിലവിലുള്ള സാഹചര്യത്തിൽ അത് വലിയ പ്രയാസമാവാൻ സാധ്യതയില്ല. പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ DMKയായിട്ട് അലയൻസ് ഉണ്ടാക്കുക എന്നുള്ളത് അത്ര എളുപ്പമായിരിക്കില്ല. കാരണം നിലവിലുള്ള ഈ പറഞ്ഞ അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ടതും ഈ UPA സർക്കാരിൻ്റെ കാലത്തുള്ള അഴിമതി ആരോപണങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവർ ഉയർത്തിക്കൊണ്ടുവന്ന മുദ്രാവാക്യങ്ങൾക്കെല്ലാം വിരുദ്ധമാകും. അത് എളുപ്പമല്ല. അപ്പോൾ BJPക്ക് ടാർഗറ്റ് ചെയ്യാവുന്നത് AIADMK തന്നെയാണ്. അങ്ങനെ AIADMK ടാർഗറ്റ് ചെയ്യുമ്പോൾ അവിടെയാണ് അജിംഷാദ് പറഞ്ഞ ഒരു ലോജിക്ക് വരുന്നത്. അങ്ങനെ ഒരു ഇപ്പോൾ നിലവിലുള്ള പന്നീർശെൽവമോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ശശികലയോ തമ്പിദുരയോ ഇത് അങ്ങനെ അല്ലാതെ ഇനി നാലാമത് നമുക്കറിയാത്ത വേറൊരു അധികാര കേന്ദ്രം ഉണ്ടെങ്കിൽ അവരെയോ ഉപയോഗിച്ച് ഈ നേരായ വഴിക്ക് AIADMK കൂടെ വരില്ല എന്ന് തോന്നിയാൽ ആ പാർട്ടിയിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള സാധ്യത BJP നോക്കുമെന്നുള്ള കാര്യത്തിൽ അരുണാചൽ പ്രദേശിനെയും ഉത്തരാഖണ്ഡിനെയും ഓർമ്മയുള്ള മുഴുവൻ പേർക്കും അറിയാവുന്നതാണ്. BJP അത് ചെയ്യും. ജയലളിത അവിടെ ഇരുന്നത് കൊണ്ടാണ് ഇതുവരെ നടക്കാതെ പോയത്. ഇനി എനിക്ക് തോന്നുന്നു അത്രയും വലിയൊരു പ്രതിരോധമൊന്നും ഇവിടെ നിന്നുണ്ടാവില്ല. അതുകൊണ്ട് BJPക്ക് ഇത് സംഗതി കുറച്ച് എളുപ്പമാകാൻ സാധ്യതയുണ്ട്. അവരേത് വഴിയാണ് ശ്രീ സമ്പത്ത് MP അങ്ങനെയാണ്. സിംഹാസനത്തിൽ ഇപ്പോൾ ജയലളിത ഇല്ല,
ആ അഭാവം എങ്ങനെയാണ് BJP രാഷ്ട്രീയം നോക്കിക്കാണുന്നത് എന്നൊരു പക്ഷേ വിവിധ സംസ്ഥാനങ്ങളെ ഉദാഹരിച്ച് ശ്രീ ഉണ്ണിച്ചെറിയാൻ നിരീക്ഷിക്കുകയും ചെയ്തു. VV രാജേഷ് അടക്കമുള്ള BJP നേതാക്കൾ അതിന്റെ സൂചനയുടെ വലിയ പ്രതീക്ഷയാണ് അവിടെ വച്ചിരിക്കുന്നത്. ശ്രീ സമ്പത്ത്, ഒരു സംശയവും വേണ്ട, ഈ അവസരം ഒരു സംശയവും വേണ്ട കേന്ദ്രത്തിൽ അധികാരത്തിൽ ഉള്ളത് കൊണ്ട് തന്നെ കാരണം ഇന്ത്യ രാജ്യത്ത് അധികാരത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി അതും ഒറ്റയ്ക്ക് അധികാരത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി അങ്ങനെ ഇരിക്കുക എന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ ഡിമോണിറ്റൈസേഷൻ ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ കൊണ്ട് നമ്മൾ അറിയുന്നുണ്ടല്ലോ. ഭരണഘടന അനുസരിച്ചുള്ള ഒരു ഫൈനാൻഷ്യൽ എമർജൻസി പോലും പ്രഖ്യാപിക്കാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങളും ഇതിങ്ങനെ തുറന്നു പോവുകയും അങ്ങനെ നിരവധി കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ നമ്മളെ പഠിപ്പിക്കുന്നതായിട്ടുള്ളൊരു കാര്യം, രാഷ്ട്രീയ വിദ്യാർത്ഥികൾ വളരെ കൗതുകപൂർവ്വം വീക്ഷിക്കാൻ കഴിയുന്നതാണ് വരാനിരിക്കുന്നതായിട്ടുള്ള ദിവസങ്ങൾ. ഒരു കാര്യം ഉറപ്പാണ്, എന്തായാലും ഉടനെ ഒരു പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പില്ല. തമിഴ്നാട് സംസ്ഥാനത്ത് പെട്ടെന്ന് എന്തെങ്കിലും ഒരു രാഷ്ട്രീയമായ അട്ടിമറി അത്തരത്തിൽ ഈ നിലവിലുള്ള ഭരണകക്ഷിയിൽ ഒരു ഉൾപ്പോര് കൃത്യമായ ഒരു പിളർപ്പിലേക്ക് എത്തി അത് ഒരുപക്ഷെ DMKക്ക് അത് മുതലെടുക്കാൻ കഴിയാത്ത നിലയിലേക്ക് വരികയും അത് BJPക്ക് അത് ഏതെങ്കിലും വിധത്തിൽ അവിടെ ഒന്ന് കൈകടത്താൻ പറ്റുകയും ഒക്കെ ചെയ്താൽ, ഇത് പണ്ട് ഈ രണ്ട് പൂച്ചകൾ തമ്മിൽ അപ്പം പങ്കുവെച്ചപ്പോഴത്തേക്ക് ഒരു കുരങ്ങച്ചാര് താഴേക്ക് വന്നിട്ട് അപ്പം പകുത്ത് അതിൻ്റെ കഥ പറഞ്ഞതുപോലെ തന്നെ വളരെ കൃത്യമായി ഇതെല്ലാം തന്നെ. ഞാനൊരു കാര്യം പറയാം, കഴിഞ്ഞ ഒരു 6 മാസത്തിന് മുമ്പ് തന്നെ ഡൽഹിയിൽ ചില കേന്ദ്രമന്ത്രിമാരും BJP നേതൃത്വവുമെല്ലാം തമിഴ്നാട് സംസ്ഥാനത്ത് ഇപ്പോൾ ഇന്നലെ രാത്രിയോടുകൂടി പ്രഖ്യാപിക്കപ്പെട്ട ഒരു വാർത്ത ഏത് നിമിഷവും പുറത്തു വന്നേക്കാമെന്നും അങ്ങനെ പുറത്തു വന്നാൽ നടത്തേണ്ടതായ രാഷ്ട്രീയമായിട്ടുള്ള ചടുലമായ നീക്കങ്ങൾ എന്തായിരിക്കണമെന്നും അതുമായി ബന്ധപ്പെട്ട ഒരുപക്ഷെ അതിർത്തികളടക്കം സീൽ ചെയ്യുന്നതിന് പാരാമിലിറ്ററി ഫോഴ്സിനെ അയക്കുന്നതോ ഒരുപക്ഷെ സംസ്ഥാന ഗവൺമെൻറ് പോലും ആവശ്യപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും അത് CRP ഉൾപ്പെടെയുള്ള നമ്മുടെ പാരാമിലിറ്ററി ഫോഴ്സിനെ അടക്കം ഉപയോഗിക്കുന്നതുമല്ല. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച കാലത്ത് കേരളത്തിൻ്റെയും അതുപോലെ തന്നെ തമിഴ്നാടിൻ്റെയും അതിർത്തിയെല്ലാം തന്നെ തിരുവനന്തപുരത്ത് പാങ്ങോട് പട്ടാള ക്യാമ്പിൽ നിന്നും അതുപോലെ തന്നെ കർണാടകത്തിൽ നിന്നുമെല്ലാം പട്ടാളത്തെ ക്യാമ്പുകളിൽ നിന്ന് അങ്ങോട്ടേക്ക് അയച്ച് അത് മുഴുവൻ സീൽ ചെയ്ത സംഭവമുണ്ട്. ഞാൻ തിരുവനന്തപുരത്ത് ഒരു സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ദൃക്സാക്ഷിയായിരുന്ന കാര്യമാണ്. കരുണാനിധിയുടെ ഗവൺമെൻറ്റിനെ പിരിച്ചുവിടുകയും പിന്നീട് അവരെല്ലാം അറസ്റ്റ് ചെയ്ത് കുറ്റവിചാരണ പോലും ചെയ്യാതെ തടവിൽ അടയ്ക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം 75-ൽ നടന്നതാണ്. ഇവിടെ അത്തരത്തിൽ തന്നെ ഒരു തനിയാവർത്തനം എന്നുള്ള നിലയിലല്ല ഞാൻ പറയുന്നത്. വളരെ കൃത്യമായി വളരെ ആസൂത്രിതമായി വളരെ ഇത്തരം കാര്യങ്ങൾ നടത്താൻ കെൽപ്പുള്ളവർ തന്നെയാണ് BJP നേതൃത്വം. അതിനുവേണ്ടിയുള്ള ഓരോ അവസരവും അവർ കാത്തിരിക്കുകയാണ്. ഒരവസരവും അവർ പാഴാക്കില്ല. തീർച്ചയായും നമുക്ക് ബിജു രമേശിനോട് കൂടി ചോദിച്ചതിന് ശേഷം ഇടവേളയിലേക്ക് പോകാം. ഇത്തരത്തിലൊരു ദ്രാവിഡ രാഷ്ട്രീയം ദേശീയ രാഷ്ട്രീയത്തിന്, ഞാൻ ഇൻവെർട്ടഡ് കോമയിലാണ് ദേശീയ രാഷ്ട്രീയം എന്ന് പറയുന്നത്, വഴിമാറാനുള്ള സൂചനകളുണ്ട്. ആ സൂചനയെ താങ്കൾ എങ്ങനെ കാണുന്നു? ദ്രാവിഡ രാഷ്ട്രീയം ആ ദേശീയ രാഷ്ട്രീയത്തിന് വഴിമാറുമോ? സാധ്യതകൾ AIADMKയിൽ തന്നെ ഉണ്ടോ? നമ്മളൊരു മരണ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ സങ്കടപ്പെട്ട് കരയുന്ന ഒരാളെ ആശ്വസിപ്പിക്കുകയും തടയുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ദിവസം തൊട്ട് അവരുടെ കൂടെ അങ്ങ് പോകുമോ? ഇല്ലല്ലോ. നമ്മൾ ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് പ്രധാനമന്ത്രി അവരെ ആശ്വസിപ്പിച്ചു. അത് ആശ്വസിപ്പിക്കുകയും തലയിൽ തലോടുകയും ചെയ്തതെന്ന് വെച്ചാൽ ഒരു മകളോടുള്ള വാത്സല്യം കൊണ്ടും ആ വിഷമം നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ ആശ്വസിപ്പിച്ചത് മാത്രം കൊണ്ട് പാർട്ടി ദേശീയ തലത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹം അമ്മയ്ക്കുണ്ടായി. ദ്രാവിഡർ എന്ന് പറയുമ്പോൾ തമിഴ്നാട് മാത്രമല്ലല്ലോ, നമ്മളെല്ലാം ഈ കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര ഇതെല്ലാം ദ്രാവിഡന്മാരല്ലേ. അപ്പോൾ നമ്മളെല്ലാം ദ്രാവിഡന്മാരായിരിക്കുമ്പോൾ ആ തലത്തിലേക്ക് ഇത് വളർന്നു വരണമെന്ന് തന്നെയാണ് ജയലളിത അമ്മയുടെ ആഗ്രഹമായിരുന്നത്. ആ രീതിയിലേക്ക് പാർട്ടി വളർത്തി കൊണ്ടുവരുന്നതിലേക്ക് വേണ്ടി ഒരുപാട് പ്രയത്നിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് AIADMK എന്നുള്ള പേര് തന്നെ മാറ്റാൻ അമ്മ ഉണ്ടായ കാരണവും ഇത് ദേശീയ തലത്തിലേക്ക് ഈ പാർട്ടി വളർത്തി കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. അത് വളർന്നു വരും, അല്ലാതെ ആരുടെയും തൊഴുത്തിൽ കൊണ്ടുപോയി ഈ പാർട്ടിയെ കെട്ടാനായി അനുവദിക്കില്ല. അതിലേക്ക് പോകത്തുമില്ല. അതിൻ്റെ ആവശ്യവും ADMK സംബന്ധിച്ച് ഇതുവരെ വന്നിട്ടുമില്ല. അത്രയ്ക്കൊരു ഗതികേട്. തീർച്ചയായും ചർച്ച തുടരുമ്പോൾ VV രാജേഷ് ലൈനിലുണ്ടോ? ഇത്തരത്തിലുള്ള ഒരു വലിയ സാധ്യത BJPക്ക് അനുകൂലമായും പ്രതികൂലമായും ഉണ്ട്. നേരത്തെ ഇവിടെ പറഞ്ഞ മസൂദ് എന്ന വ്യക്തി AIADMKയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. ഒരുപക്ഷെ അദ്ദേഹവും ബിജു രമേശും തള്ളുകയാണ് അത്തരത്തിലൊരു ഹൈന്ദവപക്ഷ രാഷ്ട്രീയത്തിന് ഒരിടവും AIADMKയിൽ ലഭിക്കില്ല എന്ന്. അജിംഷാദ്, ഞാൻ ആ അർത്ഥത്തിലൊന്നും സംസാരിച്ചില്ലല്ലോ. ഞാൻ സംസാരിച്ചത്
യശസ്വിയായ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ നേതാവായിരുന്ന ജയലളിതയുടെ ഒരു ദേഹവിയോഗവുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു വാക്വം, അത് സ്വാഭാവികമായി അത് കഴിഞ്ഞ് ഒരു ലീഡർഷിപ്പ് ഇവോൾവ് ചെയ്ത് വരേണ്ട ഒരു നാച്ചുറൽ ചോയ്സ് എന്നുള്ള നിലയ്ക്കൊക്കെ വരേണ്ടതായിട്ടുണ്ട്. ഞാൻ അക്കാര്യം മാത്രമേ സംസാരിച്ചുള്ളൂ. BJPയുടെ വളർച്ചയെന്നോ BJP എന്നോ ഒരു വാക്ക് പോലും ഞാൻ താങ്കളുടെ ചോദ്യത്തിന് എന്റെ ഉത്തരമായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു വ്യക്തിയുടെ മരണസമയത്ത് BJPയുടെ വളർച്ച ചർച്ച ചെയ്യുവാനുള്ള വേദിയാക്കി അതിനെ പ്രയോജനപ്പെടുത്തരുത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. പക്ഷേ താങ്കളുടെ പാർട്ടിയുടെ നേതാവിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിക്കാം. അതായത് ജയലളിതയുടെ വിയോഗം ഒരുപക്ഷെ ഗുണപരമായ ഒരവസ്ഥയിലേക്ക് വഴിത്തിരിയും എന്നതടക്കം. ആ പോസ്റ്റ് ഒന്നും വായിക്കേണ്ട. ആ പോസ്റ്റൊക്കെ നമ്മൾ എല്ലാവരും വായിച്ചത് തന്നെയാണ്. ആ പോസ്റ്റ് അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇട്ടതാണ്. ആ പോസ്റ്റിൽ യാതൊരു തരത്തിലുള്ള തെറ്റുകളും കാണുന്നില്ല. ഞാൻ പറഞ്ഞത് അല്ല, തെറ്റുണ്ടെന്നല്ല, ആ രീതിയിലുള്ള നിരീക്ഷണത്തിന്റെ സാധ്യതകൾക്ക് വാതിൽ തുറക്കുന്നു എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. നിരീക്ഷണങ്ങൾ രാഷ്ട്രീയത്തിൽ, ഞാൻ പറഞ്ഞല്ലോ, രാഷ്ട്രീയത്തിൽ ഒരാൾ ഉയർന്നു വരുമ്പോഴും ഒരാൾ തിരശ്ശീലയ്ക്ക് പിന്നിലേക്ക് പോകുമ്പോഴും പലതരത്തിലുള്ള നിരീക്ഷണങ്ങൾ വന്നിട്ടുണ്ട്. അത് ഇനിയും ലോകം ഉള്ളിടത്തോളം കാലം വന്നുകൊണ്ടേയിരിക്കും. അത് ഓരോരുത്തരും അവരുടെ അഭിപ്രായമിടും. ഞാൻ സൂചിപ്പിച്ചത് ഇവിടെ മസൂദ് അദ്ദേഹം സംസാരിച്ച സമയത്ത് ഒരു പരിഹാസ രൂപേണ കുറെ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ കാശ്മീരിലേക്ക് ആ സാഹചര്യം വെച്ച് തമിഴ്നാട് വിലയിരുത്തരുത് എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഒരു മരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പരിഹാസത്തിന്റെ രൂപത്തിൽ മറുപടി പറയാൻ ഞാൻ തയ്യാറല്ലാത്തതുകൊണ്ട് ഞാൻ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കില്ല. പക്ഷേ ജമ്മു കാശ്മീരിന്റെ സാഹചര്യം വെച്ചല്ല ഞാൻ തമിഴ്നാടിനെ കുറിച്ച് സംസാരിച്ചത്. ഇപ്പൊ കേരളത്തിൽ BDJS എന്നുള്ള രാഷ്ട്രീയ പാർട്ടി ഉണ്ടാകുമെന്നോ BJPയുമായി ചേർന്ന് മത്സരിക്കുമെന്നോ ഒരു 10 വർഷം മുമ്പ് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുമായിരുന്നില്ല. അതോടൊപ്പം തന്നെ ആസാമിലെ വടക്കിഴക്കൻ സംസ്ഥാനം, ഞാൻ BJPയുടെ സഖ്യകക്ഷികളെ കുറിച്ച് അങ്ങനെയാണ് സംസാരിക്കുന്നത് നമുക്ക് ചർച്ച ആദരവുകൊണ്ട്. പക്ഷേ ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് തമിഴ് ജനതയുടെ ഹൃദയത്തിൽ ചിരപ്രതിഷ്ഠ, അതിലാണ് ഞാൻ അടിവരായിട്ട് പറഞ്ഞത്, പണക്കാരെന്നോ പാവപ്പെട്ടവരെന്നോ ഭേദമില്ലാതെ ചിരപ്രതിഷ്ഠ നേടിയ ജയലളിത എന്ന് പറയുന്ന ഒരു വലിയൊരു വ്യാപ്തിയുള്ള ഒരു നേതാവ്. ആ നേതാവിന്റെ ജീവിതം അവസാനിക്കുമ്പോൾ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്ന ഒരു വാക്വം ഉണ്ടല്ലോ, ആ വാക്വം ഇപ്പോൾ അത് ഏതു തരത്തിലാണ് ഭാവിയിൽ വരാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ചിന്തിക്കുവാനും എന്റെ അഭിപ്രായങ്ങൾ പ്രേക്ഷകരുമായി പങ്കിടാനും ആഗ്രഹിക്കുന്നത്. മറ്റൊരു തരത്തിൽ BJPയുടെ തമിഴ്നാട് വളർച്ചയാണെങ്കിൽ തമിഴ്നാട്ടിലെ BJPയുടെ വളർച്ചയെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അതിൽ യാതൊരു പ്രശ്നവുമില്ല. കാരണം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തെക്കാൾ സ്വാധീനം നേരത്തെ ഒരു കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നതാണ്. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ തമിഴ്നാട്ടിൽ കേരളത്തിന്റെ അത്രത്തോളം എത്തുന്നില്ല. എന്നാൽ തമിഴ്നാട്ടിൽ നിന്ന് MP ഉണ്ട്, കേന്ദ്രമന്ത്രിയുണ്ട്, വളരെ നേരത്തെ തന്നെ MLA ഉണ്ടായിട്ടുണ്ട്, നാഗർകോവിൽ പോലുള്ള മുനിസിപ്പാലിറ്റികൾ ചെയർപേഴ്സൺ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഈ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും വോട്ട് പെർസെന്റേജിൽ അത്രത്തോളം എത്തിയില്ല. തമിഴ്നാട്ടിലെന്നല്ല തെക്കേ ഇന്ത്യയിൽ മുഴുവൻ രാഷ്ട്രീയം വളർത്തുവാനായിട്ട് പ്രത്യേക സ്ട്രാറ്റജി BJP എടുത്തിട്ടുണ്ട്. തെക്കേ ഇന്ത്യ നോക്കുമ്പോൾ ആന്ധ്ര, തെലങ്കാന, കർണാടക, കേരളവും കഴിഞ്ഞാണ് ഇപ്പോൾ വളർച്ചയുടെ കാര്യത്തിൽ തമിഴ്നാടിൻ്റെതായിട്ടുള്ളത്. തെക്കേ ഇന്ത്യക്ക് വേണ്ടി തന്നെ BJP ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ട്. ആ സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് 4-5 വർഷം കൊണ്ട് ഞങ്ങൾക്ക് വളരെ ഗുണപരമായ മാറ്റങ്ങൾ തെക്കേ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് തമിഴ്നാട്ടിലും കേരളത്തിലും ഉണ്ടാക്കാൻ സാധിക്കും. ആ സ്ട്രാറ്റജിയിൽ, ആ മാറ്റത്തിൽ ഒരു പക്ഷേ AIADMKയുടെ പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഏതു തരത്തിലാണ്, ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതിലേക്ക് ഇവിടെ ബഹുമാനപ്പെട്ട MP ശ്രീ A സമ്പത്ത് അദ്ദേഹം പറഞ്ഞ പോലെ ഞങ്ങൾ എല്ലാ സാധ്യതകളും ഞങ്ങൾ പരിശോധിക്കും. അത് AIADMK ആവട്ടെ, വൈക്കോ ആയിക്കോട്ടെ, DMK ആയിക്കോട്ടെ, ഞങ്ങൾ എല്ലാ സാഹചര്യവും ഞങ്ങൾ പരിശോധിക്കും. അതാണ് തീർച്ചയായും. VP രാജേഷ് വളരെ വിദഗ്ധമായി തന്നെ തൻ്റെ കാര്യം പ്രസന്റ് ചെയ്തു, വളരെ വൈദഗ്ധ്യത്തോടു കൂടി. ശ്രീ ഉണ്ണിച്ചെറിയാൻ അങ്ങനെയുണ്ടോ? അതിനൊരു മറുപടി. അല്ല, BJP തീർച്ചയായിട്ടും BJP എന്ത് പറഞ്ഞാലും BJPക്ക് തമിഴ്നാട് രാഷ്ട്രീയത്തെ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം 39 ലോക്സഭാ സീറ്റുണ്ട്, 237 നിയമസഭാ സീറ്റുള്ള ഒരു വലിയ സംസ്ഥാനമാണ്. അല്ല, ആ പറയുന്നതിലെ യുക്തി അത് തന്നെയാണ്. അത്തരത്തിലൊരു സാധ്യതയുണ്ട്. ഒരു പക്ഷേ ഈ വിഷമങ്ങളെയോ സങ്കടങ്ങളെയോ അല്ല BJP ഹൈജാക്ക് ചെയ്യാൻ നോക്കുന്നത്, മറിച്ച് വ്യക്തമായ രാഷ്ട്രീയ ബോധത്തോടു കൂടി ഒരു സ്ട്രാറ്റജി ഉണ്ട് BJPക്ക്, അത് കൃത്യമായി ഉപയോഗിക്കുന്ന പറയുന്നത്. അതിലെന്താ തെറ്റ് എന്നാണ്? അല്ല, ഞാനൊരു തെറ്റും പറയുന്നില്ല. ഞാൻ ഇപ്പൊ BJPക്ക് തമിഴ്നാട്ടിലെ AIADMK ആയിട്ടോ DMK ആയിട്ടോ അലയൻസ് ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറയാൻ ഞാൻ ആരാണ്? അതിലൊരു കാര്യമില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് BJP അതിന് ശ്രമിക്കും. BJP ഇതിനു മുമ്പ് ശ്രമിച്ചിട്ടുണ്ട്. BJPക്ക് അവരുടെ ആവശ്യമുണ്ട്. BJP അത് ശ്രമിക്കുമ്പോൾ ഞാൻ ഇതുവരെയുള്ള അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്, അതിനകത്ത് ചിലപ്പോൾ AIADMKയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങളിലൂടെ ചിലപ്പോൾ BJP കാര്യം നേടാനും സാധ്യതയുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു തെറ്റുമില്ല. അത് BJPയുടെ രാഷ്ട്രീയം കേട്ടോ. ശ്രീ മസൂദ്, അങ്ങനെ നിങ്ങൾ നിഷേധിച്ചിട്ട് കാര്യമില്ല. ഇവിടെ പ്രധാനമായ ഒരു ചോദ്യം എന്താണെന്നറിയാമോ? AIADMK എന്ന ഈ DMK
കെ എന്ന രണ്ട് ദ്രാവിഡ പാർട്ടികളുടെ പക്ഷത്തേക്കെന്നുള്ളതല്ല, മറിച്ച് അവിടെ വേറൊരു മൂന്നാമതൊരു സാധ്യത ബി ജെ പിക്ക് തെളിയുന്നത് അവിടെയാണ്. അല്ലെങ്കിൽ ബി ജെ പിക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ദേശീയ പാർട്ടിക്ക് തെളിയുന്ന സാധ്യത അവിടെയാണ്. ആ സാധ്യത AIADMKയിലെ ഉള്ളിലുണ്ടാകുന്ന ഭിന്നിപ്പാണ്. ആ ഉള്ളിലുണ്ടാകുന്ന ഭിന്നിപ്പുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ധ്വനികളാണ് ഈ ഉയരുന്ന നിരീക്ഷണങ്ങളുടെ ഒക്കെ അടിസ്ഥാനം. അത് താങ്കൾക്ക് പിടികിട്ടിയല്ലോ ശ്രീ മസൂദ്. അതിനെ എങ്ങനെ നിങ്ങൾ നേരിടും? ഇപ്പോൾ പാർട്ടിക്ക് ഉള്ളിൽ ഉടനെ ഒന്നും ഉണ്ടാവും. ജയലളിത പറഞ്ഞാൽ പണ്ട് കേൾക്കുമായിരുന്നു, പക്ഷെ ഇപ്പോൾ പാർട്ടി പറഞ്ഞാൽ കേൾക്കുന്നതിലേക്ക് ഉയർത്താൻ നിങ്ങൾക്കാകുമോ? ആകുമെന്നുള്ളതാണ് വിശ്വാസം. കാരണം ജയലളിത അമ്മ മരിച്ചു കഴിഞ്ഞ ഉടനെ ഈ പാർട്ടിയുടെ ഉള്ളിൽ 2-3 ഗ്രൂപ്പ് ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. അതൊരിക്കലും നടക്കില്ല. അതുകൊണ്ട് കുറെ കാലങ്ങൾ കഴിയുമ്പോൾ ഇതൊക്കെ ചിലപ്പോൾ സംഭവിച്ചു. തീർച്ചയായും ശ്രീ സമ്പത്ത് എംപിയിലേക്ക് തന്നെ നമുക്ക് പോകാം. ശ്രീ മസൂദ്, താങ്കളുടെ തുടർച്ചയായി ശ്രീ സമ്പത്ത് എംപി, അതാണ് ഒരുപക്ഷെ ജയലളിത നിങ്ങളൊക്കെ കാണുന്നത് പോലെ നിരീക്ഷിക്കുന്നത് പോലെ ഒന്നുമല്ല. ജയലളിത പറഞ്ഞാൽ ഒരു വാക്ക്, അതിനപ്പുറത്തേക്ക് എതിർവാക്കില്ല എന്നതിനെ മാറ്റി പാർട്ടി പറഞ്ഞാൽ ഒരു വാക്ക്, അതിനപ്പുറത്തേക്കില്ല എന്ന സർഗാത്മകമായ ഒരു ഉയർച്ചയാകും, ആ രീതിയിലുള്ള പരിണാമമായിരിക്കും AIADMKയ്ക്ക് ഉണ്ടാവുക എന്നാണ്. അതിനെന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ ഈ ഘട്ടത്തിൽ? അതിനെന്തെങ്കിലും യുക്തിയുണ്ടോ? ഒരു നല്ല ഒരു സംഘടനാ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് ജനാധിപത്യപരമായ നിലയിൽ തന്നെ ആ വിധത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയായി AIADMK അത് മുമ്പോട്ട് പോകട്ടെ എന്ന് ആഗ്രഹിക്കാം. AIADMK വരും കാലത്ത് എങ്ങനെ ആയിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചൊന്നും പ്രവചിക്കാനായി ഞാൻ ആളല്ല. പക്ഷെ ഒരു കാര്യം മാത്രം ഈ കഴിഞ്ഞ കുറേ നാളുകളായി നമുക്കെല്ലാം അറിയാവുന്നൊരു കാര്യം, DMK പിളർന്ന് ADMK എന്നൊരു പാർട്ടി രൂപീകരിക്കുന്ന സമയത്ത് ADMK പാർട്ടിയിലെ അവസാന വാക്കും ആദ്യത്തെ വാക്കും ആരായിരുന്നു? MGR ആയിരുന്നു. MGRൻ്റെ നിര്യാണത്തിന് ശേഷം AIADMKയിൽ ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. നമുക്കിപ്പോൾ അതിന് സമയമില്ല ആ ചർച്ച നടത്താൻ. സ്വാഭാവികമായി ജയലളിതയിലേക്ക് നേതൃത്വ പദവി തേടിയെത്തുകയായിരുന്നു. അവിടെ നിന്ന് പിന്നെ ഭരണത്തിൻ്റെ തലപ്പത്തേക്കുള്ള വളർച്ചയും മറ്റു കാര്യങ്ങളുമല്ല. മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും അതല്ല, മുഖ്യമന്ത്രി അല്ലാതെ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോഴും AIADMK സംബന്ധിച്ച് ആരായിരുന്നു അതിൻ്റെ ആദ്യ വാക്കും അവസാന വാക്കും? എന്തായാലും നമുക്കെല്ലാം അറിയാം. ഇപ്പോൾ അങ്ങനെ ഒരു വ്യക്തി നിലവിൽ അങ്ങനെ നിർദ്ദേശങ്ങൾ നൽകാനും വിലയിരുത്താനും ഒരു പക്ഷേ മറ്റുള്ളവരെ ആ വിധത്തിൽ ശാസിക്കാനും ശിക്ഷണ നടപടിയെടുക്കാനും അങ്ങനെ ഇപ്പോൾ നിലവിലില്ല. ഒരു പാർട്ടി എന്നുള്ള നിലയിലുള്ള ഓർഗനൈസേഷണൽ സെറ്റപ്പിനപ്പുറമായി ഒരു വ്യക്തി തന്നെയായിരുന്നു ആ വിധത്തിൽ ജനങ്ങൾക്കിടയിലേക്ക് ഒരേ സമയം ഒരു പാർട്ടി, ഞാൻ ഉദ്ദേശിച്ച ഒരു സംഘടന, ആ സംഘടനയുടെ രൂപം, അതിൻ്റേതായിട്ടുള്ള ഒരു ആൾ രൂപം, ഒരു ഐഡൽ എന്ന് നമുക്ക് പറയാവുന്ന അത്തരത്തിൽ അങ്ങനെ നമുക്ക് പ്രതിഷ്ഠിക്കാൻ കഴിയുന്നതായിട്ടുള്ള ഒരു വ്യക്തി, ആ വ്യക്തി ഇപ്പോൾ വാസ്തവത്തിൽ അവിടെ ഒരു ശൂന്യത ഉണ്ടാവും സ്വാഭാവികമായി. പകരം കൂട്ടുത്തരവാദിത്വത്തോടു കൂടിയുള്ള ഒരു സംഘടനാ ശൈലി AIADMKയ്ക്ക് എത്ര കണ്ട് വളർത്തിക്കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതിനെ സംബന്ധിച്ചെല്ലാം വരും കാലമാണ് വിലയിരുത്തേണ്ടത്. ഒരു കാര്യം പലരും തമിഴ്നാട് രാഷ്ട്രീയത്തെക്കുറിച്ച് വിലയിരുത്തിയിട്ടുള്ളതുണ്ട്. DMKയെ സംബന്ധിച്ച് DMKയുടെ രാഷ്ട്രീയമായ ചട്ടക്കൂട് പാർട്ടി എന്നുള്ള നിലയിലുള്ള ഓർഗനൈസേഷൻ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് മാത്രമേ കരുണാനിധിക്ക് ഉൾപ്പെടെ സ്റ്റാലിൻ ഉൾപ്പെടെ മുന്നോട്ട് പോകാൻ കഴിയൂ. സംഘടനയില്ലാതെ അവർ വാസ്തവത്തിൽ വെറും ഒരു വ്യക്തി മാത്രമാണ് അവർ ഓരോരുത്തരും. അത് പിതാവും അതെ, പുത്രനും അതെ. പക്ഷെ ഇപ്പുറത്ത് അങ്ങനെ ആയിരുന്നില്ല. ഇനി അങ്ങോട്ടുള്ള കാര്യത്തിൽ ഇന്നത്തെ മുഖ്യമന്ത്രി, തമിഴ്നാട് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള എല്ലാവരും ഇനി നേരിടാൻ പോകുന്നത് ഒരു പക്ഷേ രാഷ്ട്രീയ രംഗത്ത്, സംഘടനാ രംഗത്ത് ഇപ്പോൾ നിലവിൽ രാഷ്ട്രീയമായ സംഘടനാപരമായ അധികാരാവകാശങ്ങളില്ലാത്ത ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഉണ്ടാകാനിടയുള്ള വെല്ലുവിളികളും ആ വെല്ലുവിളികൾ ഉയർത്തുന്നതിന് ഒരുപക്ഷെ കേന്ദ്ര ഭരണകൂടത്തിൻ്റെ എല്ലാ അറിവും സമ്മതവും ഒത്താശയും ഒക്കെ കൂടി ചേർന്നുകൊണ്ട് ആയിക്കൂടാതെ ഇല്ല. അതുകൊണ്ട് തന്നെ വരുന്ന ദിവസങ്ങൾ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചും ശ്രീ പനീർസെൽവത്തെയും അദ്ദേഹത്തിൻ്റെ മറ്റ് സഹപ്രവർത്തകരെ സംബന്ധിച്ചും AIADMKയുടെ നേതാക്കന്മാരെ സംബന്ധിച്ചും വളരെ വെല്ലുവിളികൾ അത് അപ്രതീക്ഷിതമായ കോണുകളിൽ നിന്ന് ഉണ്ടാകാനിടയുള്ള ദിവസങ്ങളാണ്.
തീർച്ചയായും ശക്തമായ നിരീക്ഷണം തന്നെയാണ്. തീർച്ചയായും ചർച്ച തുടരുമ്പോൾ ബിജു രമേശിലേക്ക്. ബിജു രമേശ്, ഒരിക്കൽ കൂടി, അതായത് മുൻ മന്ത്രിസഭയെ പല അർത്ഥത്തിലും, ഉമ്മൻചാണ്ടി മന്ത്രിസഭയെ പല അർത്ഥത്തിലും വിരലെണ്ണിപ്പിച്ച ഒരാൾ കൂടിയാണ് താങ്കൾ. ഒരു മന്ത്രിക്കെതിരെ അടുത്ത മന്ത്രിക്കെതിരെ, ഒരുപക്ഷെ പീപ്പിൾ ടി വിയിൽ കൂടിയാണ് താങ്കൾ മാണിക്കെതിരായ കാര്യങ്ങൾ തുറന്നുവിടുന്നത്. അങ്ങനെ ഈ ബാർക്കോഴയുടെ കാര്യങ്ങളും വെളിപ്പെടുത്തലുകളും ഒക്കെ ഉണ്ടാകുന്ന ഘട്ടത്തിൽ ജയലളിതയുടെ സമീപനം എങ്ങനെയായിരുന്നു? എന്താണ് ജയലളിത പറഞ്ഞത്? ഒരുപക്ഷെ മലയാളികൾക്ക് അത് അറിയാൻ വലിയ ആഗ്രഹമുണ്ട്. ഞാൻ സംസാരിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് ഭയമുണ്ട്, എന്നെ ഒരു ഉപദ്രവിക്കുന്ന പേടിയുണ്ട് എന്ന്. ആദ്യം ഞാൻ ബാക്കി പാർട്ടിയുടെ സെക്രട്ടറി വേൽമണി മിനിസ്റ്റർ അവരുടെ അടുത്തൊക്കെ പറഞ്ഞ എന്തിനു പേടിക്കുന്നത്, ഞങ്ങൾ അമ്മ കൂടെ ഇല്ലേ, അമ്മ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നതെന്ന്. അത് കഴിഞ്ഞ് ഞാൻ അമ്മയോട് ചെന്ന് സംസാരിച്ചപ്പോഴും ഞാൻ പറഞ്ഞു എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നെ വിളിക്കണം, അല്ലെങ്കിൽ എന്നെ കിട്ടിയില്ലെങ്കിൽ വേൽമണി വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ മതി. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്ത് കാര്യമുണ്ടെങ്കിലും ഞങ്ങൾ നിന്നോടൊപ്പം ഉണ്ട് എന്ന് അമ്മ അതിശക്തമായ രീതിയിലാണ് പറഞ്ഞു. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും, ഞാൻ പറഞ്ഞില്ല രാഷ്ട്രീയപരമായി എന്ത് പ്രശ്നമായിക്കോട്ടെ, ഇന്ത്യയിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് എന്ത് പ്രശ്നത്തിനും ഞാൻ കൂടെ ഉണ്ട്, നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോകാനാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു കരുത്ത് തിരിച്ച് ഞാൻ ഇറങ്ങിയപ്പോഴും പറഞ്ഞു എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അമ്മ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ സ്റ്റേറ്റ് സെക്രട്ടറി ശ്രീ വേൽമണിയോട് പറയാനാണ് പറഞ്ഞത്. അപ്പോൾ അതിനുശേഷം പറഞ്ഞു ഇത് ഞാൻ ഇടയ്ക്ക് പറഞ്ഞു ഇവിടെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു, ഞങ്ങൾ വരണമെങ്കിൽ വരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വരണ്ട, ഞങ്ങൾ സംസാരിക്കണോ വരണോ, ഇല്ലെങ്കിൽ പ്രൈം മിനിസ്റ്ററെ കാണാനാണ് പറയണമെങ്കിൽ പോലും ഞങ്ങൾ വന്ന് പറയാനും സംസാരിക്കാനും ഇതിനു വേണ്ടി വരാൻ ഞങ്ങൾ തയ്യാറാണ്. ഏത് തലത്തിൽ ഞങ്ങൾ ഇടപെടാൻ തയ്യാറാണ്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അറിയിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഇവിടുത്തെ ഈ മീഡിയയുടെയും മറ്റ് ജനങ്ങളുടെയും കോടതിയുടെയും ഒക്കെ ഒരു സത്യത്തിൻ്റെ കൂടെ പോയതുകൊണ്ട് ആ ഒരു പിൻബലം ലഭിച്ചതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ആവശ്യം കഴിയുന്നതും പോയി ബുദ്ധിമുട്ടിക്കരുതുണ്ടായിരുന്നു. അങ്ങനെ ഒരു ആവശ്യം വന്നില്ല. പക്ഷേ ഒരു കരുത്തായിട്ട് തന്നെ പറഞ്ഞത് ഈ ഒരു അഴിമതി പറഞ്ഞ് കാര്യങ്ങൾ മുന്നോട്ട് പോയി. ഞാൻ പറഞ്ഞു എനിക്ക് ഒരുപാട് ത്രെട്ടും പ്രശ്നങ്ങളുണ്ട്, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പറയുക, ഞങ്ങൾ കൂടെ ഉണ്ട്. അപ്പം ഞങ്ങൾ കൂടെ ഉണ്ട് എന്ന് പറയുന്നത് വലിയൊരു പിൻബലമാണ്. തിരിച്ചു പറഞ്ഞു അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേൽമണി മിനിസ്റ്ററോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പം വേൽമണിയോട് പറയാൻ പറഞ്ഞു, മിനിസ്റ്റർ എന്നല്ല വേൽമണിയോട് പറയാൻ പറഞ്ഞു. അതേ മിനിസ്റ്ററാണ്, ഞാൻ അദ്ദേഹത്തോട് പറയാൻ പറഞ്ഞു. അപ്പം പക്ഷേ അതെനിക്ക് മിനിസ്റ്റർ എന്നോട് പല പ്രാവശ്യം ചോദിച്ചു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണമെന്ന്. തീർച്ചയായും വ്യക്തമാണ് ശ്രീ ഗോമതി അമ്മാൾ. അങ്ങനെയാണ് ഒരുപക്ഷെ അഴിമതിയുടെ അല്ലെങ്കിൽ ശശിന്ന് ഒരുപാട് ധൂർത്തിൻ്റെ ഒക്കെ കഥകൾ പല രീതിയിൽ പണ്ടൊക്കെ പ്രചരിച്ചിരുന്നു. അല്ലെങ്കിൽ രണ്ടാമത്തെ ടേം അതൊക്കെ മറികടക്കാൻ ജയലളിതയ്ക്ക് ഒരുപക്ഷെ ആയിരിക്കാം. പക്ഷേ അപ്പോഴും കേരളത്തിൽ നടന്ന ഒരു അഴിമതി ആരോപണം അത് AIADMK പാർട്ടിക്കാരൻ എന്നുള്ള നിലയിൽ മാത്രമല്ല, ശ്രീ ബിജു രമേശിന് ആ അർത്ഥത്തിൽ വലിയ ശക്തി ജയലളിത പകർന്നു എന്നത് മലയാളി ഇപ്പോൾ കേൾക്കുമ്പോൾ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്? അതിനെപ്പറ്റി അതിന്റെ പൊളിറ്റിക്സ് വിടാം. ഒരുപക്ഷെ ജയലളിത എന്ന വ്യക്തി കല രാഷ്ട്രീയം ഈ ജയലളിത ഇപ്പൊ ബിജു രമേശ് പറയുന്ന അമ്മ, ആ അമ്മയ്ക്ക് എൻ്റെ മകന് എന്തെങ്കിലും ഒരു ആപത്ത് വന്നാൽ ഞാൻ സഹായിക്കാൻ കടമപ്പെട്ടവളാണ്. കാരണം ജയലളിത അങ്ങനെ ഒരു ആശ്രിത, ഏറ്റവും മനസ്സോടൊട്ടി നിൽക്കുന്നവരെ സഹായിക്കുന്ന സ്വഭാവമായിരുന്നിരിക്കാം. ജയലളിതയെ പറ്റി എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയ അറിവല്ലേ ഉള്ളൂ. അപ്പോൾ ബിജു രമേശ് എന്നെ സഹായിക്കണം അല്ലെങ്കിൽ എനിക്കൊരു ആപത്തുണ്ട് എന്ന് പറഞ്ഞപ്പോൾ സഹായിച്ചിരിക്കാം. ഇതേപോലെ നമ്മളുടെ രാജീവ് ഗാന്ധി കൊലക്കേസിലെ ആ കുറ്റവാളികളെയൊക്കെ യാതൊരു ഇതുമില്ലാതെയല്ലേ ജയലളിത അങ്ങ് റിലീസ് ചെയ്തത്. അപ്പോൾ ജയലളിതയ്ക്ക് ഒരു തീരുമാനം എടുക്കാനും ആ തീരുമാനം വളരെ പെട്ടെന്ന് നടപ്പിലാക്കാനും ഒന്നും ജയലളിത മുന്നോട്ടും ജയലളിതയ്ക്ക് ശരിക്കും അഡ്വൈസ് കൊടുത്തിരുന്നത് ചോയാണെന്നാണ് പറയുന്നത്. രാമസ്വാമി, ജയലളിതയ്ക്ക് രാമസ്വാമിയോട് ഒരു ഗുരുനാഥനോടുള്ള കടപ്പാട് ഉണ്ടായിരുന്നു. രാമസ്വാമി ഇപ്പോൾ ബോധമില്ലാതെ കിടപ്പിലാണ് അദ്ദേഹം. അപ്പോൾ രാമസ്വാമിയോട് പല കാര്യങ്ങളും ആലോചിച്ച് അദ്ദേഹത്തിൻ്റെ കുറേ രാമസ്വാമി തുഗ്ലക്കിൽ കൂടെ ജയലളിതയെ എന്തെല്ലാം കളിയാക്കിയാലും അവർ തമ്മിൽ വളരെ ആത്മബന്ധം, ഒരു ചേട്ടനോടുള്ള ഒരു ഓബ്ലിഗേഷൻ ജയലളിത കാണിച്ചിരുന്നു. പിന്നെ ഈ ആശ്രിത വത്സലൻ എൻ്റെ അനുയായിയാണ്, കേരളത്തിൽ ഒരു വേരുറപ്പിക്കാൻ സഹായിക്കും ബിജു രമേശിലൂടെ എന്ന് സാധിച്ചത് കൊണ്ട് അങ്ങനെ ഒരു ഉറപ്പ് കൊടുത്തിരിക്കാം. പക്ഷെ ജയലളിതയുടെ വ്യക്തിപ്രഭാവം എന്ന് പറയുന്നത് നമ്മളിപ്പോ ഈ രാഷ്ട്രീയക്കാരി MGRന്റെ തണൽ പറ്റി വന്ന കേവലം ഒരു സിനിമാക്കാരി അല്ലല്ല. ജയലളിതയ്ക്ക് ഒരുപാട് മുഖങ്ങളുണ്ട്. ജയലളിതയെ നമ്മളൊരു രാഷ്ട്രീയക്കാരി എന്നുള്ളതിനപ്പുറത്ത് ജയലളിത ഒന്നാന്തര അഭിനേത്രിയാണ്. ജയലളിതയുടെ 2-3 വില കുറഞ്ഞ പടങ്ങൾ കണ്ട് ജയലളിതയെ
നമ്മൾ എസ്റ്റീം ചെയ്യരുത്. ജയലളിതയുടെ ആദ്യത്തെ പടം വെണ്ണിറാട. ആ വെണ്ണിറാട എന്ന് പറയുമ്പോൾ ജയലളിത ജസ്റ്റ് സ്കൂൾ SSLC ഫൈനൽ സ്റ്റേറ്റ് റാങ്കിൽ പാസ്സായി, സ്റ്റേറ്റ് ഫസ്റ്റിൽ പാസ്സായി, സ്റ്റേറ്റ് ഫസ്റ്റിൽ പാസ്സാകുന്ന ഒരു 15 വയസ്സുള്ള ഒരു കൊച്ചു പെണ്ണ്. അതിൽ ആദ്യമായിട്ട് സാരി ഉടുത്ത് ഈ വെണ്ണിറാടയിൽ വരുമ്പോഴേ ജയലളിതയുടെ അഭിനയം ആ വെണ്ണിറാടയിൽ കാണുമ്പോൾ നമുക്ക് ഏറ്റവും തലമുതിർന്ന ഒരു അഭിനേത്രിയുടെ പക്വമാണ്. അതിൽ ജയലളിത അഭിനയിക്കുന്ന വേഷം ചൊല്ലി പ്രാന്തിയാണ്. ഭർത്താവ് മരിച്ച് ഭ്രാന്തിയായിപ്പോയ, ഭർത്താവ് മരിച്ചു എന്നറിയാതെ ജീവിക്കുന്ന ഒരു ക്യാരക്ടറാണ്. ആ ജയലളിതയെ ചികിത്സിക്കാൻ വരുന്ന ഡോക്ടറാണ് ശ്രീകാന്ത്. അത് പുതുമുഖമായിരുന്നു. വെണ്ണിറാട ശ്രീധർ ഈ പടം എടുക്കുമ്പോൾ അതിൽ അഭിനയിച്ചവരെല്ലാവരും പുതുമുഖങ്ങളായിരുന്നു. ജയലളിത, ശ്രീകാന്ത്, നിർമ്മല, ഈ ഉഷാകുമാരി നമ്മൾ പറയുന്ന വെണ്ണിറാട, നിർമ്മല, എല്ലാവരും പുതുമുഖങ്ങളാണ്. ഒരു പരീക്ഷണ ചിത്രമായിരുന്നു. പക്ഷേ ആ പടം സൂപ്പർ ഹിറ്റായി. കാരണം എല്ലാവരും മത്സരിച്ച് അഭിനയിച്ചു. ജയലളിതയുടെ അഭിനയം ഇറ്റ് വാസ് അണീക്വൽ. ജയലളിത അതിൻ്റെ അകത്ത് ആ ഭ്രാന്തിയായിട്ടും അതിനുശേഷം ഞാനൊരു വിധവയാണ് എന്ന് തിരിച്ചറിയുമ്പോഴൊക്കെ ജയലളിത ഫാർ എക്സലൻസ്. അതേപോലെ ജയലളിത ഒന്നാന്തരം വാഗ്മിയായിരുന്നു. 6 ഭാഷ അറിയാം. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ, ഇംഗ്ലീഷ്, ഇങ്ങനെ 6 ഭാഷയിൽ നന്നായിട്ട് എഴുതാനും പ്രസംഗിക്കാനും ഒക്കെ കഴിവുള്ള സ്ത്രീയായിരുന്നു. ജയലളിത കഥ എഴുതിയിട്ടുണ്ട്, ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. ജയലളിത ഒരിക്കൽ പാർലമെന്റിൽ പ്രസംഗിക്കാൻ പോയപ്പോൾ ഇന്ദിരാഗാന്ധി അന്ന് പ്രധാനമന്ത്രി ആയപ്പോഴാണ്, അന്ന് അവർ രാജ്യസഭ MP മറ്റോ ആയിരുന്നല്ലോ. ആ ജയലളിതയുടെ ആ പ്രസംഗം കേട്ടിട്ട് ഇന്ദിരാഗാന്ധി അത്ഭുതപ്പെട്ടു പോയി. ജയലളിതയുടെ, ഞാൻ ഈ ജീവിതത്തിൽ ഇത് വായിക്കുന്നതിൻ്റെ ഇതിൽ കിട്ടിയതാണ്. എന്നിട്ട് ജയലളിതയെ പ്രത്യേകമായിട്ട് തീൻമൂർത്തി ഭവനിൽ വിളിച്ചുകൊണ്ട് പോയി ജയലളിതയ്ക്ക് ഇന്ദിരാഗാന്ധി ഒരു വിരുന്ന് കൊടുത്തു. ബിക്കോസ് ഓഫ് ഹർ ആ വാഗ്മിത്വം കണ്ട് ഇന്ദിരാഗാന്ധി അന്തം വിടണമെങ്കിൽ അപ്പോൾ എന്തുമാത്രം, അപ്പോൾ എപ്പോഴും അപ്ഡേറ്റ് ആയിട്ടിരിക്കും. അതുപോലെ നാടകത്തിൽ അഭിനയിക്കുമായിരുന്നു, സിനിമയിൽ അഭിനയിക്കുമായിരുന്നു, പിന്നെ പാട്ട് പാടും. ജയലളിത ആദ്യമായിട്ട് പാട്ട് പാടിച്ചത് MGR ആണ്. അടിമപ്പെട്ടിൻ്റെ അകത്ത് അമ്മ എൻ്റെ അൻപ് എന്ന് പറഞ്ഞ് ആ പാട്ട് നന്നായിരുന്നെങ്കിലും വേറെ 2-3 നല്ല പാട്ടുകൾ ജയലളിത ഒരു ഹിന്ദി പാട്ട് പാടിയത് ഇന്നലെ ചാനലുകളിലൊക്കെ ഞാൻ കണ്ടായിരുന്നു. ജയലളിതയും ആരാണ്, ഷബാന ആസ്മിയോ ആരുടെയോ, സിമി ഗാരവാളിൻ്റെ കൂടെ ജയലളിത കൂടെ പാടുന്നത്, നന്നായിട്ട് പാട്ട് പാടും. അങ്ങനെ ഒരുപാട് വേറെ ഈ രാഷ്ട്രീയക്കാരിക്കപ്പുറത്ത്. അതുപോലെ ജയലളിതയ്ക്ക് ഒരു ഹിന്ദു കൾട്ട് അടിത്തറയുണ്ടായിരുന്നു. അത് നമുക്ക് ഒരുപാട് പേർക്ക് അറിഞ്ഞുകൂടാ. ജയലളിതയുടെ ആ ഹിന്ദു ആചാരം അനുസരിച്ച് ജയലളിത DMKയുടെ ഭാഗമാണെങ്കിലും ജയലളിതയ്ക്ക് ഈശ്വരവിശ്വാസം വളരെ ഉണ്ടായിരുന്നു. ഈ കുംഭകോണത്ത് അവിടെ അതിനൊക്കെ പോയ ആ പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ ഒരുപാട് ഈശ്വരവിശ്വാസം ഉണ്ടായിരുന്നു. വേദങ്ങൾ, മന്ത്രങ്ങൾ, ഉപനിഷത്തുകൾ ഇതൊക്കെ നന്നായിട്ട് പഠിച്ചു. അതായത് ചുമ്മാ ഒരു സൂപ്പർഫൈസ് വായനൊന്നും അല്ലായിരുന്നു, നല്ല ഇതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും ജയലളിതയുടെ മുമ്പിൽ ഒരു മന്ത്രം ചൊല്ലുമ്പോൾ ആ ചൊല്ലുന്ന ആൾ എന്തെങ്കിലും തെറ്റ് കാണിച്ചാൽ ജയലളിതയ്ക്ക് അപ്പം അത് തിരുത്താൻ അറിയാമായിരുന്നു. സംസ്കൃതത്തിൽ പാണ്ഡിത്യമുണ്ടായിരുന്നു. ഇതിനെയെല്ലാം കവച്ചു വെക്കുന്ന ആത്മധൈര്യം. ജയലളിതയെ മാത്രമേ ഞാനാണ്, എൻ്റെ കഴിവ്, ഞാൻ എന്നിൽ വിശ്വസിക്കുന്നു, എന്നെ കൊണ്ട് അത് പാടില്ല, പക്ഷെ തോന്നുന്നെങ്കിൽ അത് അഖിലം ഞാനാണെന്ന് തോന്നണമെന്നാണ്. ഒരുപക്ഷെ ജയലളിത ആ തരത്തിലേക്ക് ഉയർന്നിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഒരുപക്ഷെ ജയലളിതയെ പോസിറ്റീവായി വിലയിരുത്തേണ്ട, ഒരുപക്ഷെ കേരളത്തിന്റെ ഒക്കെ കേരളത്തിന്റെ ഒക്കെ വിശാലമായ ജനാധിപത്യ പരിപ്രേക്ഷ്യത്തിൽ ഒരുപക്ഷെ ജയലളിതയെ കാണരുത്. വല്ലാത്ത മറ്റൊരു സ്വഭാവമുള്ള ജനതയിലേക്ക് വളർന്നു വരുന്ന, വളരെ സഫർ ചെയ്ത, ഒരിക്കൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സാക്ഷാൽ മാർപ്പാപ്പയുമായി ഏതോ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന സമയത്ത് കൃത്യമായി പറഞ്ഞു, തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണാധികാരിയാണ് ഞാൻ, എന്നെ അത്തരത്തിൽ വിമർശിക്കാൻ മാർപ്പാപ്പയ്ക്ക് അവകാശമില്ല എന്ന് പറഞ്ഞ ഒരു വലിയ കരുത്ത് അർത്ഥത്തിലില്ലേ? നിരീക്ഷിച്ചൂടെ? കരുത്ത് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ നമ്മൾ നേരത്തെ പലരും ഇവിടെ ഉദാഹരിച്ച് കണ്ടു ഇന്ദിരാഗാന്ധിയുമായിട്ടൊക്കെ. അങ്ങനെയൊന്നല്ല, ഇന്ദിരാഗാന്ധി ഒന്നും ജയലളിതയുടെ അടുത്ത് ആരുമില്ല എന്ന് പറയേണ്ടി വരും. ആദ്യം ഷാദെ ഒന്ന് ആലോചിച്ച് നോക്കണം. ആ സ്ത്രീയുടെ ഒരു ജീവിതം ആലോചിക്കുക. ബാംഗ്ലൂരിൽ ജനിക്കുന്നു, വളരെ ചെറിയ പ്രായത്തിൽ 2 വയസ്സുള്ളപ്പോൾ അച്ഛൻ മരിച്ചു പോകുന്നു, ചെന്നൈയിലേക്ക് കുടിയേറുന്നു, 10ാം ക്ലാസ്സിൽ 1ാം റാങ്കിൽ പാസ്സായതിനു ശേഷവും ദാരിദ്ര്യം കാരണം പഠനം തുടരാൻ പറ്റുന്നില്ല. നമ്മളൊരു സിനിമയുടെ കഥ കേൾക്കുന്നത് പോലെയാണ് ഇത് കേൾക്കേണ്ടത്. അവർക്ക് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ വീട്ടിലെ കാര്യങ്ങൾ നടക്കണം, അഭിനയിക്കാൻ പോകണമെന്ന് അമ്മ നിർബന്ധിക്കുന്നു. അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി സിനിമയിൽ വരുന്നു. സിനിമയിൽ വന്ന ആദ്യത്തെ സിനിമ തൊട്ട് അവർ തമിഴ്നാട്ടിലെ ഏറ്റവും അറിയപ്പെടുന്ന നായികയായി മാറുന്നു. ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങിച്ചുകൊണ്ടിരുന്ന നായിക നടിയായിരുന്നു. MGRനെ പോലെ വളരെ പ്രതിഭാശാലിയായ ഒരാളുടെ, തമിഴകം മുഴുവൻ ആരാധിക്കുന്ന ഒരാളുടെ പ്രിയപ്പെട്ട ആളാകുന്നു.
അതിനുശേഷം നോക്കൂ, 1977 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം MGR അധികാരത്തിൽ തിരിച്ചു വരുമ്പോൾ സത്യത്തിൽ MGR ജയലളിതയെ സഹായിക്കുകയായിരുന്നില്ല, ജയലളിത MGRനെ സഹായിക്കുകയായിരുന്നു. കാരണം കരുണാനിധിയെ പോലെ ഒരാളെ പിണക്കി അവിടെ നിന്നൊരു പാർട്ടി പിളർത്തിക്കൊണ്ട് ഇറങ്ങി വരുന്ന MGRന് തമിഴക രാഷ്ട്രീയം അത്ര എളുപ്പമൊന്നുമായിരുന്നില്ല. അവിടെ തീർച്ചയായിട്ടും പ്രചരണ വിഭാഗം മേധാവിയായിട്ട് ജയലളിതയെ കൊണ്ടുവരുന്നതിനകത്ത് MGRന് വ്യക്തമായ ഉദ്ദേശമുണ്ടായിരുന്നു. അത് ജയലളിതയ്ക്ക് ചെയ്തു കൊടുത്തൊരു ഫേവർ ആയിരുന്നില്ല, തിരിച്ച് ജയലളിത MGRന് ആവശ്യമുണ്ട്. പക്ഷേ ഈ പാർട്ടിയിൽ വന്നതിന് ശേഷം സ്വാഭാവികമായിട്ടും MGRനോടുണ്ടായിരുന്ന അടുപ്പം കൊണ്ടും ആയിരിക്കാം പാർട്ടിയിൽ ഇവർക്ക് ശത്രുക്കളുണ്ടായി, ഇവരെ ഒതുക്കാനുള്ള ശ്രമങ്ങൾ തുടർച്ചയായിട്ടുണ്ടായി. പക്ഷേ ഈ സ്ത്രീ ഒറ്റയ്ക്ക് ചെറുത്ത് നിന്നു എന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. ആ ചെറുത്തുനിൽപ്പിൻ്റെ ഒരു കഥ അറിയണമെങ്കിൽ 1984 ഇവരെ അറിയിക്കുക പോലും ചെയ്യാതെയാണ് MGRനെ അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് കൊണ്ടുപോയത്. എന്നിട്ട് ആ സമയത്ത് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയോട് ജയലളിത പറഞ്ഞത്രേ MGRന് വയ്യെങ്കിൽ ആക്റ്റീവ് മുഖ്യമന്ത്രിയായിട്ട് വരേണ്ട ആൾ ഞാനാണെന്ന്. അപ്പോൾ ഈ സ്ത്രീയുടെ ഒരു ചങ്കൂറ്റം ആലോചിച്ച് നോക്കണം. വീണ്ടും ചികിത്സയ്ക്ക് ശേഷം MGR തിരിച്ചെത്തുമ്പോൾ വിമാനത്താവളത്തിൽ വെച്ച് MGRനെ ഇവരെ കാണാതിരിക്കാൻ വേണ്ടി ഇവരെ എയർപോർട്ടിൽ VIP മുറിയിൽ ജയലളിത ഇവർ പൂട്ടിയിട്ടു, ഇവരുടെ പാർട്ടിക്കാർ. അതിനുശേഷം തിരിച്ചു വരുന്നു. വീണ്ടും പിന്നീട് പ്രശ്നം ഉണ്ടാകുന്നത് ഈ MGR രോഗിയാവുകയും അതിനുശേഷം ഈ ജയലളിതയെ ഒതുക്കാനുള്ള ശ്രമങ്ങൾ ഒരു ഘട്ടം കടന്നപ്പോൾ അന്ന് കേന്ദ്രത്തിൽ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായി. രാജീവ് ഗാന്ധിയുടെ ജയലളിത പറഞ്ഞു, എൻ്റെ കൂടെയാണ് MLA മാർ കൂടുതൽ. സ്വാഭാവികമായിട്ട് MGR ഭയന്നു എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. MGR ജയലളിതയെ കൂടെ നിർത്തി ഒഴിവാക്കപ്പെട്ട സ്ഥാനങ്ങളെല്ലാം തിരിച്ചു കൊടുത്തു. ആ കാലഘട്ടത്തിലാണ് അദ്ദേഹം മരിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ പോലും ഒരാളുടെയും സഹായമില്ലാതെ തന്നെ എന്ന് പറയേണ്ടി വരും. ഒറ്റയ്ക്ക് ചങ്കൂറ്റം കണ്ട് ഭർത്താവില്ല, കുടുംബമില്ല, എന്നിട്ട് പിന്നെ മുഖ്യമന്ത്രി ആയതിന് സൗജന്യത്തിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയ കഥ, പിന്നീട് മുഖ്യമന്ത്രിയായി നിയമസഭയിൽ വെച്ച് DMK-ക്കാർ കൂടി അവരെ ദേഹോപദ്രവം ചെയ്തതിൻ്റെ കഥ, പിന്നെ അവർ തിരിച്ച് മുഖ്യമന്ത്രിയായിട്ട് വരുന്നു, അഴിമതി ആരോപണങ്ങൾ തുടർച്ചയായിട്ട് വരുന്നു, 2 വട്ടം ജയിലിൽ പോകുന്നു, ഒന്ന് ചെന്നൈയിലും ഒന്ന് ബാംഗ്ലൂരിലും. ഇതിനൊക്കെ ശേഷം വീണ്ടും അവർ പവർഫുള്ളായി തിരിച്ചു വരുന്നു. കഴിഞ്ഞ മെയ് മാസത്തിൽ അവർ വലിയ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരുന്നു. അപ്പോൾ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ, ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അസാധ്യമാണ്. ഇടവേള അനിവാര്യമായതുകൊണ്ട് മാത്രം ഒരുപക്ഷെ അതിനു മുമ്പ് പെട്ടെന്ന് ശ്രീ മസൂദ്, ഇതിൻ്റെ ഒരു തുടർച്ചയായി ഒരുപക്ഷെ നിങ്ങൾ കേന്ദ്ര കമ്മിറ്റിയൊക്കെ കൂടുമ്പോൾ ഇത്രയേറെ ഒരു ഏകാധിപത്യ സ്വഭാവമാണ് ജയലളിതയ്ക്കെന്നൊക്കെയാണ് പുറത്തു കേൾക്കുന്നത്. ജയലളിതയുടെ മുമ്പിൽ കസേരകൾ ഇല്ലത്രേ. ഈ കേന്ദ്ര കമ്മിറ്റിയൊക്കെ കൂടുമ്പോൾ ഒരുപക്ഷെ ആശയമോ സംഘടനാപരമായതോ പറയണ്ട, എങ്ങനെയായിരുന്നു അവിടുത്തെ രീതിയൊക്കെ ഒന്ന് പറയാമോ? കുറേയൊക്കെ അതിശയം വിതറുന്ന കാര്യങ്ങളാണ്. ഞങ്ങളൊക്കെ സെൻട്രൽ കമ്മിറ്റി യോഗവും ജനറൽ കൗൺസിലൊക്കെ കൂടുമ്പോൾ തറയിലല്ല ഇരുന്നത്, കസേരയിൽ തന്നെയാണ്. അതാണ് യാഥാർത്ഥ്യം. പിന്നെ ഈ പറയുമ്പോൾ അതിൽ കൂടുതലായി പുറത്തു പറയുന്നത് ചിലർക്ക് ഒരു വലിയ ആലങ്കാരിക സ്വഭാവം അല്ല. പക്ഷെ പരസ്യമായി നമ്മൾ കാണുന്ന ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി ഇങ്ങനെ കുമ്പിടുന്നതൊക്കെ നമ്മളെ സംബന്ധിച്ച് അതുകൊണ്ടാണ് കേരളത്തിന്റെ കൾച്ചർ എന്ന് പറഞ്ഞ വേറൊരു ഭാഗം. അത് കൾച്ചർ മാത്രമാണ്. തമിഴെന്ന് പറയുന്നതിൻ്റെ ഒരു വികാരം, അവരൊരാളിനെ വിശ്വസിച്ചാൽ അത് സിനിമാ നടനോ നടിയോ നേതാവോ അന്ധമായി വിശ്വസിക്കും. പക്ഷേ അവർ എതിർത്താൽ ശക്തമായി എതിർത്ത് പരാജയപ്പെടുത്തും. അത് ജയലളിത തന്നെ നേരിട്ടിട്ടുണ്ട്. അതെ, കാരണം ശിവാജി ഗണേശൻ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി DMK പോയിട്ട് വിലപ്പോയില്ല. പലരും ഉണ്ടാക്കി, പലരുമുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഈ പിന്നെ പുരുഷ തലവർ MGR ഉണ്ടാക്കി നിന്നു എന്ന് ചോദിച്ചാൽ DMK-യുടെ ഫൗണ്ടേഷൻ AIDMK ഉണ്ടായിരുന്നു. ആ അടിത്തറ MGR മണ്ഡലത്തിൻ്റെ അടിത്തറ, ആ അടിത്തറ ഇപ്പോഴും ഉണ്ട് എന്ന് പറയാനുള്ള താങ്കളെ തീർച്ചയായും ചർച്ചയിലേക്ക് പോകുമ്പോൾ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് ഒരുപക്ഷെ രാഷ്ട്രീയവും വ്യക്തിപരവുമായ ജയലളിതയുടെ വിടവിനെ സംബന്ധിച്ച് നാം ചർച്ച ചെയ്ത് വരുമ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഘട്ടത്തിലേക്ക്, അതായത് കേരളം ഒരുപക്ഷെ മാതൃകാപരമായി തന്നെ 3 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. ഇന്ന് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു. അത്തരത്തിൽ ഒരുപാട് മാതൃകാപരമായി തന്നെ ഒരു അയൽ സംസ്ഥാനത്തോട് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് അപരിഹാര്യമായ ഒരു ഒഴിവാണ് പോയത്. നല്ലൊരു അയൽക്കാരിയായിരുന്നു, അത്തരത്തിൽ ഒക്കെ കേരളം പറഞ്ഞു. ബിജു രമേശ്, താങ്കൾ നേരത്തെ പറഞ്ഞു ഒരുപക്ഷെ മറ്റുള്ളവരൊക്കെ കുമ്പിടുമ്പോൾ ഞാൻ കുമ്പിടാറില്ലായിരുന്നു, മറ്റുള്ളവരൊക്കെ അടുത്തിരിക്കാതിരിക്കുമ്പോൾ ഞാൻ ഇരിക്കുമായിരുന്നു, പക്ഷേ അമ്മയ്ക്ക് എന്നോട് വലിയൊരു സ്നേഹമുണ്ടെന്ന്. ആ സ്നേഹത്തെ എങ്ങനെ ഒരു മലയാളികളോടുള്ള സ്നേഹം അല്ലെങ്കിൽ കേരളത്തോടുള്ള മമത മറ്റുള്ളവരോടൊക്കെയുള്ള മമതയായി കൂട്ടി വായിക്കാമോ? എങ്ങനെയാണ് ജയലളിതയെ ആ അർത്ഥത്തിൽ നമ്മൾ കാണേണ്ടതും നിരീക്ഷിക്കേണ്ടതും? താങ്കളുടെ അനുഭവം. ജയലളിത അമ്മയിൽ നിന്ന് തോന്നിയിട്ടുള്ള സ്നേഹം എന്ന് പറയുന്നത് മലയാളി സ്നേഹം അവർ മലയാളിയാണ് ബേസിക്കലി.
പഠിച്ചത് പാലക്കാട് തുടങ്ങിയ ഒരു ജീവിതമാണ്. അപ്പോൾ ഒരു മലയാളികളോട് ഈ പറയപ്പെടുന്നവർ ഈ കുനിഞ്ഞ് അമ്മയെ കണ്ടുകൊണ്ട് കുനിഞ്ഞ് കുമ്പിട്ട് നമസ്കരിക്കുമ്പോൾ പോലും ഞാൻ നമസ്കരിക്കാതെ സാധാരണ നമ്മൾ മലയാളികൾക്കൊരു പ്രത്യേക രീതിയുണ്ട്. നമ്മൾ കുനിഞ്ഞ് തൊഴുന്ന സാധാരണ രീതിയിലുള്ള നമസ്കാരമാണ്. ഞാൻ അതേ പണ്ടും എപ്പോഴും ചെയ്തിട്ടുള്ളൂ. ചില മുതിർന്ന നേതാക്കന്മാർക്ക് അവർ കണ്ടാൽ ഈ ക്ഷേത്രത്തിൽ നമസ്കരിക്കും പോലെ നമസ്കരിക്കുന്നത്. അപ്പോൾ അത് ചെയ്യാത്തത് കൊണ്ട് എന്നോട് ആദ്യമൊക്കെ ഇത് ചെയ്തപ്പോഴും അമ്മ അപ്പോഴും കൂടുതൽ എന്നെ ആണ് അടുത്തേക്ക് വിളിക്കുകയും അമ്മ എന്നെയാണ് കൂടെ കൊണ്ടുപോവുകയും ചെയ്യുന്നത്. അവസാനത്തെ കോയമ്പത്തൂരിൽ അമ്മയുടെ പ്രോഗ്രാമിൽ പോലും 5 പേരെ കൊണ്ടുപോയ സാഹചര്യത്തിൽ പോലും എന്നെയാണ് 30 മന്ത്രിമാരടങ്ങുന്ന 30 പേരുടെ ലിസ്റ്റാണ് പോയത്. അമ്മ എന്നെയാണ് അതിൽ 5 സെൻട്രൽ ഡെപ്യൂട്ടി സ്പീക്കർ, ഞാൻ വേൽമണി മിനിസ്റ്ററും 2 MP മാരുമായിരുന്നു പോയത്. അമ്മയുടെ സ്വീകരിക്കാനും എയർപോർട്ടിൽ പോകാനും അമ്മയെ തിരിച്ചുകൊണ്ടാക്കാനും എല്ലാം അമ്മയുടെ കൂടെ യാത്ര ചെയ്യാനായിട്ടുണ്ട്. ആ സമയത്തും അമ്മയുടെ കൂടെ നടക്കുന്ന ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. ഞാൻ മാത്രമേ അമ്മയുടെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി ആരും അവർക്കൊക്കെ അമ്മയുടെ അടുത്ത് വന്ന് കൂടെ നടക്കാനും അത് ചെയ്യാനും എന്തോ ഭയപ്പാടായിരിക്കാം, അല്ലെങ്കിൽ അമിതമായ ഭക്തിയായിരിക്കാം. എനിക്ക് എൻ്റെ അമ്മയോട് അടുത്ത് പോകുമ്പോൾ എനിക്ക് എൻ്റെ അമ്മയെന്നുള്ള സ്നേഹവും വാത്സല്യത്തിൽ ഞാൻ മകനെ പോലെ എന്നോട് സംസാരിക്കുന്നു, എന്നെ വിളിച്ച് സംസാരിച്ചുകൊണ്ട് പോകുന്നു. നമ്മൾ ആ ഒരു കൾച്ചറാണ് നമ്മുടെ കൾച്ചർ. മറ്റ് അവിടെയുള്ള സംസ്കാരം എന്ന് പറയുന്നത് അമ്മയെ കണ്ടു കഴിഞ്ഞാൽ അവർ തറയിൽ നമസ്കരിക്കുന്നു, അവർ നമസ്കരിച്ച് തന്നെ ഇരിക്കുന്നു. അമ്മ പോകുന്നു, വണ്ടിയിൽ കൊണ്ടുപോയി കയറ്റി വിടും, തിരിച്ചു വരുമ്പോഴും ഒക്കെ അമ്മയുടെ കൂടെ സഞ്ചരിക്കാനും അമ്മ പറഞ്ഞ കാര്യങ്ങൾ പറയാനും കേൾക്കാനും പല കാര്യങ്ങളും എന്നോട് നിർദ്ദേശിച്ചപ്പോഴൊക്കെ അത് പല കാര്യങ്ങൾ ചാർജ് എടുക്കാനാണ് പറഞ്ഞതാണ്. പക്ഷേ ഇവിടുത്തെ രാഷ്ട്രീയപരമായ കേസുകളും അഴിമതി കേസുകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ഞാൻ മറ്റൊരു രാഷ്ട്രീയത്തിൻ്റെ പ്രധാന സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് വന്നാൽ അതെനിക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും. MP സ്ഥാനം വരെ ഏറ്റെടുക്കാൻ പറഞ്ഞതാണ്. എനിക്ക് തരാനിരുന്ന MP ആണ് അവസാനം ഞാൻ എടുക്കാത്തതും അത് പേപ്പർ കൊടുക്കാത്തതും കൊണ്ടാണ് കന്യാകുമാരിയിലെ ഡിസ്ട്രിക്ട് സെക്രട്ടറി ശ്രീ വിജയകുമാറിന് കൊടുത്തത്. അത് ഞാൻ സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കുകയും ആ MP സ്ഥാനം ഏറ്റെടുക്കണമെന്ന് പറഞ്ഞ് എന്നോട് നിർദ്ദേശിച്ചത് ഞാൻ ചെയ്തില്ല. അത് ചെയ്യാതിരുന്ന എനിക്ക് ഇവിടുത്തെ രാഷ്ട്രീയമായി ഒരുപാട് പ്രശ്നങ്ങളിൽ എൻ്റെ ശ്രീ ബിജു രമേശ് വളരെ നന്ദി. ഈ ഘട്ടത്തിൽ ശ്രീ സമ്പത്ത് MP, അതായത് ഒരുപക്ഷെ കേരളത്തിന് നവോത്ഥാനത്തിൻ്റെ തുടർച്ചയായി അടക്കം താങ്കളുടെ പിതാവ് അടക്കമുള്ളവർ നയിച്ച ഒരു വലിയ ഇടതുപക്ഷത്തിൻ്റെ വേരുകളുണ്ടായതുകൊണ്ട് നമ്മുടെ ബഹുമാനങ്ങളും നമ്മുടെ സ്നേഹങ്ങളും ഒക്കെ വേറൊരു തരത്തിലേക്കാണ്. ഒരുപക്ഷെ ആ പരിപ്രേക്ഷ്യത്തിൽ നാം അളക്കേണ്ടതില്ല. പക്ഷേ പ്രോഗ്രസീവ് ഡെമോക്രാറ്റിക് ഫ്രണ്ടൊക്കെ അവിടെ ശക്തമാണ്, 20% വോട്ടൊക്കെ നേടുന്നതിലേക്കൊക്കെ ഉയർന്നിട്ടുണ്ട്. അത്തരം സാധ്യതകളൊക്കെ ഇനിയും ഉണ്ടാകാം. പക്ഷേ ഒരു കേരളീയൻ എന്നുള്ള നിലയിൽ ജയലളിതയെ എങ്ങനെയാണ് നാം നോക്കിക്കാണേണ്ടത്? She was bold, intelligent, courageous, talented. ഞാൻ ടാലൻറ്റഡ് എന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുത്ത ബിജു രമേശും ഞാനും ഉൾപ്പെടെയുള്ള ഒരു തലമുറ സ്കൂൾ വിദ്യാർത്ഥികളായിരിക്കുന്ന കാലത്ത് ഞങ്ങൾ പലരും സിനിമ കാണാൻ ആരംഭിക്കുന്നത് പോലും അന്നൊക്കെ ഞങ്ങളുടെ സ്കൂളിൻ്റെ അല്ലെങ്കിൽ തിരുവനന്തപുരം നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും അച്ചടിച്ചിട്ടുള്ള പോസ്റ്ററുകൾ അടിമൈപ്പൺ, കാവൽക്കാരൻ, രഹസ്യ പോലീസ്, അതുപോലെ തന്നെ നംനാട്, എങ്കൽ തങ്കം, ഇങ്ങനെ പലപ്പോഴും ഈ പത്രം നോക്കിയാൽ തന്നെ MGR ജയലളിത, ഈ നസീർ, ഷീല, സത്യൻ, ശാരദ എന്നൊക്കെ പറയുന്നത് പോലെ ആ കാലത്ത് അങ്ങനെ. അതിൽ തന്നെ ജയലളിത ഇപ്പോൾ നേരത്തെ ഗോമതി അമ്മ പറഞ്ഞതുപോലെ ഈ വെണ്ണിറ ആടൈ എന്ന ഒരു ചിത്രം 15ാമത്തെ വയസ്സിൽ ആ ഒരു പെൺകുട്ടി അഭിനയിക്കുമ്പോൾ വാസ്തവത്തിൽ ആദ്യത്തെ നമ്മൾ ചിലപ്പോൾ പറഞ്ഞു പോകാറുണ്ടല്ലോ, ഈ മഹാകവി കുമാരനാശാൻ്റെ ഒരു വരികൾ അന്ത താഴുന്നു അന്തമില്ലാത്ത ആഴത്തിലേക്ക് എന്നൊക്കെ പറയുന്നത് പോലെ, ചില അറം പറ്റിയതുപോലെ എന്ന് പറയുന്നത് പോലെ, ഈ വെണ്ണിറ ആടൈ എന്ന ആ ഒരു വെണ്ണിറ ആടൈ എന്ന് പറഞ്ഞാൽ വിധവയുടെ വസ്ത്രം എന്നാണ് അർത്ഥം. വാസ്തവത്തിൽ ആ 15-കാരി പെൺകുട്ടിക്ക് താൻ അഭിനയിച്ച സിനിമ ഒരു സിനിമാ കൊട്ടകയിൽ പോയി കാണാനുള്ള ഭാഗ്യം പോലും ഉണ്ടായില്ല. കാരണം അന്ന് ഈ ഫിലിം സർട്ടിഫിക്കേഷൻ്റെ ബോർഡ് അതിന് A സർട്ടിഫിക്കറ്റാണ് നൽകിയത്. അതുകൊണ്ട് ആ പെൺകുട്ടിക്ക് അത് കാണാൻ പോലും ഒരു സിനിമാ കൊട്ടകയിൽ പോയി കാണാൻ കഴിഞ്ഞിരുന്നില്ല. 1999 ഒരു ഇംഗ്ലീഷ് ടെലിവിഷൻ ചാനലിൽ ഒരു ഇൻ്റർവ്യൂ, ആ ഇൻ്റർവ്യൂവിൽ 91 തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയായി അധികാരത്തിൽ 5 കൊല്ലം, അതിനുശേഷം 96 അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് പോയി, 99 അവർ പറയുകയുണ്ടായി, എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഞാൻ സമ്പൂർണ്ണ പരാജയമാണ്.
ഭാരതത്തിൻ്റെ ഒരു രീതി അനുസരിച്ച് ഒരു പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അത് അതിൻ്റെ മാതാപിതാക്കളുടെ സംരക്ഷണയിലും പിന്നീട് ഒരു ഭാര്യയായും പിന്നീട് ഒരു അമ്മയായും ഒക്കെ എനിക്ക് ഞാൻ മരിക്കുമ്പോൾ നല്ലൊരമ്മയായി ഞാൻ മരിക്കും എന്ന് പറഞ്ഞ വാസ്തവത്തിൽ ഇങ്ങനെ ഒരു വനിത ഒരു ഭരണത്തിൻ്റെ തലപ്പത്ത് വന്ന ഞാൻ അവരുടേതായിട്ടുള്ള മറ്റു പല കാര്യങ്ങൾ കോടതി നടപടികളോ അല്ലെങ്കിൽ മറ്റ് ന്യൂനതകളോ രാഷ്ട്രീയത്തിൻ്റെ രംഗത്തൊരു പക്ഷേ പുരുഷ മേധാവിത്വത്തിനെ അത് പൂർണ്ണമായി അടിച്ചമർത്തുന്ന നിലയിലേക്ക് തന്നെ എന്ന് വേണമെങ്കിൽ അതൊരു വാശിയും മനസ്സിൻ്റെ പ്രതികാരവും ഒക്കെ വേണമെങ്കിലായിരിക്കാം പുരുഷന്മാരായിട്ടുള്ളവർ പാർലമെൻറ്റ് അംഗങ്ങളും മന്ത്രിമാരും അടക്കം ഒന്ന് മുഖാമുഖം ഐ ടു ഐ കോണ്ടാക്റ്റ് പോലും ഇല്ലാതെ ഇങ്ങനെ കുമ്പിട്ട് നിൽക്കുന്നതായ ഒരു കാര്യം. ഇതെല്ലാം പറയുമ്പോൾ ഉത്തരേന്ത്യയിൽ നിങ്ങൾ നോക്കൂ, ഉത്തരേന്ത്യയിൽ ഒരു പക്ഷേ എന്നേക്കാൾ പ്രായം കൂടിയ പലരും പോലും എന്നേക്കാൾ പ്രായം കുറഞ്ഞ പാർലമെൻറ്റ് അംഗങ്ങളെയോ മന്ത്രിമാരുടെയോ മുമ്പിൽ ചെന്ന് കാൽ തൊട്ട് വന്നിക്കുന്നതായിട്ടുള്ളൊരു സ്ഥിതി കാര്യം സാധിക്കാനായിരിക്കാം. അധികാരത്തിൻ്റെ മുമ്പിൽ കാൽ തൊട്ട് വന്നിക്കുന്നതും അങ്ങനെ കുമ്പിട്ട് നിൽക്കുന്നതുമെല്ലാം അധികാരത്തെ വണങ്ങുന്നത് പോലെയുള്ളൊരു കാര്യം. അധികാരം ഇല്ലാതാകുമ്പോൾ അതുമെല്ലാം പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ജയലളിത എന്നൊരു വ്യക്തിയെ ഞാൻ കാണുന്നത്, നമ്മൾ പുരാണങ്ങളിൽ പറയുമല്ലോ, അമ്മമാരെ സ്ത്രീയെ എല്ലാം പറയുമ്പോൾ ലക്ഷ്മിയായി, സരസ്വതിയായി, ദുർഗയായി, ഗോമതി അമ്മാൾ അമ്മയ്ക്കായിരിക്കും അതിനെക്കുറിച്ച് കൂടുതലൊക്കെ പറയാൻ കഴിയുക. അങ്ങനെ ഒരു 3 ഭാവങ്ങൾ അവർക്ക് കൽപ്പിച്ച് നൽകുമല്ലോ. ആ 3 ഭാവങ്ങളും അങ്ങനെ സമ്മേളിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ പറയുമ്പോൾ ഞാൻ ഇത് പൂർത്തീകരിക്കുന്നത് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ടാണ്. തൻ്റെ സംസ്ഥാനത്തിന് നേർക്ക് കേന്ദ്ര ഭരണകൂടത്തിൻ്റെ ചൂണ്ടുവിരൽ ഉയർന്നിട്ടുള്ളപ്പോഴെല്ലാം തന്നെ ഇന്ത്യ ഒരു ഫെഡറൽ രാഷ്ട്രമാണ് എന്നും ഞങ്ങളില്ല എങ്കിൽ നിങ്ങളില്ല എന്നും, നിങ്ങൾ യജമാനന്മാരും ഞങ്ങൾ അടിമകളുമല്ല, നിങ്ങൾ ഉടയോനും ഞങ്ങൾ അടിമയുമല്ല എന്ന നിലയിൽ ശക്തമായ നിലപാടെടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. GST ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പാർലമെൻറ്റിനകത്ത് MP മാർ, ആ ADMKയുടെ MP മാർ അവർ ആ വിധത്തിലൊരു നിലപാടെടുത്തത് കൃത്യമായി അവരുടെ മുഖ്യമന്ത്രിയുടെ പാർട്ടി ജനറൽ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം തന്നെയായിരുന്നു. GSTയുമായി ബന്ധപ്പെട്ട് ഇന്ന് കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക് പറയുന്ന കാര്യങ്ങൾ BJP അധികാരത്തിലുള്ള സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ധനകാര്യമന്ത്രിമാരും അടക്കം സമ്മതിക്കുന്ന ഒരു കാലം എത്തിയിരിക്കുന്നു. അറിയുക, കേന്ദ്രത്തിൽ കേന്ദ്രീകരിച്ചിട്ടുള്ള, ഇന്ത്യ ഗവൺമെൻറ്റിൽ കേന്ദ്രീകരിച്ചിട്ടുള്ള ആ അധികാരങ്ങൾ, സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ കവർന്നെടുക്കാനായി അങ്ങനെ മൂക്കിൽ തൊടാൻ 3 വലത്ത് എന്നുള്ളത് പോലെയെല്ലാം വരുമ്പോൾ അത് കണ്ടറിഞ്ഞ് അതിന് മുൻകൂട്ടി അതിന് മുന്നറിയിപ്പ് നൽകാനും സ്വന്തം ജനതയെയും സ്വന്തം ഗവൺമെൻറ്റിനെയും സജ്ജമാക്കാനും ജയലളിത എന്ന മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് ഏറ്റവും അഭിമാനകരമായി ഞാൻ കാണുന്ന കാര്യം. കാരണം രാജ്യത്ത് ഇപ്പോൾ ഉടലെടുത്തുകൊണ്ടിരിക്കുന്നത് കേന്ദ്രം അധികാരങ്ങൾ സംസ്ഥാനങ്ങളിൽ നിന്ന് കവർന്നെടുക്കുന്നു എന്ന അത്തരത്തിലുള്ളൊരു പരാതിയാണ്. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ചുള്ള വളരെ വിശദമായ ഒരു പബ്ലിക് ഡൊമൈനിൽ അതിൻ്റേതായിട്ടുള്ള ഒരു ചർച്ച, ഒരു ഡിസ്കഷൻ, ഒരു ഡിബേറ്റ് തന്നെ ആരംഭിക്കുന്ന ഒരു കാലമാണിത്. അതാണ് തീർച്ചയായും ശ്രീ മസൂദ്, അത്തരത്തിൽ ഫെഡറൽ മൂല്യബോധങ്ങളെക്കുറിച്ച്, നൈതികതയെക്കുറിച്ചൊക്കെ ഓർമ്മപ്പെടുത്താൻ കരുത്തുണ്ടായിരുന്ന ഒരു വനിതയാണ് പോയത്. ഇനി താങ്കൾ സൂചിപ്പിക്കുന്ന പോലെ ആ രാഷ്ട്രീയ അടിത്തറയ്ക്ക് അത്തരത്തിൽ സംസാരിക്കാനുള്ള MP മാരുണ്ടാകുമോ? MP മാർ MLA മാരൊക്കെ ഉണ്ട്. കാരണം ദ്രാവിഡ പ്രസ്ഥാനത്തിൻ്റെ തുടക്കം ദ്രാവിഡ മുന്നേറ്റ കഴകം അണ്ണ ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം തന്നെ സംസ്ഥാന ഭരണം വേറെ, കേന്ദ്ര ഭരണം വേറെ. തീർച്ചയായും ഒരു ട്രിബ്യൂട്ട്, ഒരു വാക്കോട് ഒറ്റ വാക്ക്. എന്തായാലും അമ്മ അവരുടെ മരണത്തെ തുടർന്ന് കേരളത്തിലെ ഗവൺമെൻറ് ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി അനുവദിച്ച നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് 1000 നന്ദി ADMK രേഖപ്പെടുത്തുകയാണ്. നിങ്ങൾ നോട്ട് ചെയ്യാനുള്ളത്. തീർച്ചയായിട്ടും. ശ്രീ അമ്മാൾ, ഒരു ട്രിബ്യൂട്ട് ജയലളിതയ്ക്ക് അവസാനമായി. ജയലളിത ഇപ്പോൾ ശ്രീ സമ്പത്ത് ഇപ്പോൾ ഒരു കോംപ്ലിമെൻ്റ്, ഒരു വർണ്ണന കൊടുത്തില്ലേ, ദുർഗയായും ലക്ഷ്മിയായും സരസ്വതിയായും. ഇതെല്ലാം അമ്മയുടെ പല ഭാവങ്ങളാണ്, ദേവിയുടെ പല ഭാവങ്ങളാണ്. ഞാൻ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഭാവത്തിൽ ജയലളിതയെ കാണുന്നുണ്ട്. ജയലളിതയ്ക്ക് എന്തെങ്കിലും കുറ്റങ്ങളും ഒക്കെ ഉണ്ടായിരിക്കാം, എങ്കിൽ പോലും ഇത്രയധികം ജനസ്വാധീനം ജനമനസ്സിൽ ഉണ്ടാക്കാൻ സാധിച്ചത് അവരുടെ വ്യക്തിപ്രഭാവം ഒന്നുകൊണ്ട് മാത്രമാണ്. ഇപ്പോൾ ഈ 2ാം സ്പെല്ലിൽ ഞാൻ ഈ അമ്മ ഉണവകത്തിലൊക്കെ ഞാൻ പോയി ഭക്ഷണം കഴിച്ചു. ഈ പറയുന്നതൊക്കെ ശരിയാണോ? ഇത് തരം കുറഞ്ഞ ഭക്ഷണമാണോ കൊടുക്കുന്നത്? പിന്നെ ഇഡ്ഡലി ഒരു ഇഡ്ഡലിക്ക് 1 രൂപയാണ്. 5 രൂപ കൊടുത്താൽ 1/4 തരം ഇഡ്ഡലി കിട്ടും. പിന്നെ അതുപോലെ ഈ കുട്ടികൾക്ക് എനിക്ക് പരിചയമുള്ളൊരു സ്ത്രീയുടെ ചേച്ചി താമസിക്കുന്നത് തമിഴ്നാട്ടിലാണ്. അവർ പറയുന്നു അപ്പോൾ ജയലളിതയ്ക്ക് അതിൻ്റെ ആ പ്രോസസ്സ് എനിക്ക് അറിഞ്ഞുകൂടാ. കൃത്യമായിട്ട് 1000 രൂപ ഓരോ മാസം അവർക്ക് പെൻഷൻ കിട്ടുന്നുണ്ട്.
1000 രൂപ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിലും അതാണ് ഒരു പക്ഷേ അതിലൊക്കെ പ്രതിഫലിക്കുന്നത് ശ്രീ ഉണ്ണിച്ചെറിയാൻ, അതിലൊക്കെ പ്രതിഫലിക്കുന്നത് നമ്മൾ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ അതിലൊക്കെ പ്രതിഫലിക്കുന്നത് ഒരു പക്ഷേ സ്ത്രീ എന്നുള്ള നിലയിൽ താൻ നേരിട്ടതിൻ്റെ ഒക്കെ ഒരു പ്രതികാരം, അല്ലെങ്കിൽ അനിവാര്യമായ ഒരു പ്രതികാരം ഒരു പക്ഷെ അവരുടെ ഭരണത്തിലൊക്കെ നിരീക്ഷിക്കും. തീർച്ചയായിട്ടും ജനാധിപത്യ വിരുദ്ധമായ വശങ്ങളൊക്കെ നമുക്ക് ഞാൻ നോക്കിയിട്ട് എൻ്റെ ഒരു ധാരണയാണ് ഞാൻ പറയുന്നത്. എപ്പോഴും നല്ല ഭരണകർത്താക്കൾ, കഴിവുള്ള ഭരണകർത്താക്കൾ എപ്പോഴും നല്ല ഭരണകർത്താക്കൾ സ്ത്രീകളായിരിക്കുമെന്ന് വിചാരിക്കാനാണ് എനിക്കിഷ്ടം. ഞാനത് മനസ്സിലാക്കുന്നത് അങ്ങനെ തന്നെയാണ് തീർച്ചയായിട്ടും. പിന്നെ ജയലളിതയെ പറ്റി പറയുമ്പോൾ അവരുടെ രാഷ്ട്രീയത്തോടോ രാഷ്ട്രീയക്കാരി എന്നുള്ള നിലയിലോ ഭരണാധികാരി എന്നുള്ള നിലയിലുള്ള അവരുടെ പല നിലപാടുകളോടും എനിക്ക് വളരെ ശക്തമായ വിയോജിപ്പുണ്ട്. ജനാധിപത്യത്തെ പറ്റിയുള്ള അവരുടെ കാഴ്ചപ്പാടുകളോട് വിയോജിപ്പുണ്ട്. പക്ഷേ ഒരു കലാകാരി എന്നുള്ള നിലയിൽ എനിക്ക് അവരോട് വലിയ ആരാധനയാണ്. പൊരുതി ജയിച്ച, യുദ്ധം ജയിച്ച, ഓരോ മിനിറ്റിനും പൊരുതി ജയിച്ച ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എനിക്ക് അവരോട് വലിയ ബഹുമാനമാണ്. അതാണ് തീർച്ചയായും ആ പടയോട്ടത്തിൻ്റെ പകുതിയിലാണ് ഒരുപക്ഷെ തലൈവി പുരൾച്ചി തലൈവി അപ്രത്യക്ഷമായത്. വേർപാട് നോവല്ല, അത് വേറിട്ടൊടുങ്ങലാണ് എന്ന് പറയുമ്പോൾ തന്നെ ആ വേരിൻ ബാക്കി നിൽക്കുന്ന തളിരുകൾ എന്തൊക്കെ സൂചനകളാണ് നൽകുന്നതെന്ന രാഷ്ട്രീയമാണ് നമ്മൾ ചർച്ച ചെയ്തത്. ജയലളിത എന്ന വ്യക്തി, അവരുടെ വലിയ രാഷ്ട്രീയം, ഒപ്പം അവർ ബാക്കി വെച്ച കാര്യങ്ങളൊക്കെ എന്തൊക്കെ, ഇതാണ് ചർച്ച 3 ഘട്ടങ്ങളായി പുരോഗമിച്ചത്. ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി. നമസ്കാരം.